ഈ ഓണത്തിൽ സന്തോഷം നിറയട്ടെ ചാക്സൺ പ്രഷർ കുക്കറിനൊപ്പം 2 ലിറ്ററിന്റെയോ 3 ലിറ്ററിന്റെയോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ ഒരു നോൺ സ്റ്റിക് മൾട്ടി തവ സമ്മാനം. 4 ലിറ്റർ മുതൽ 12 ലിറ്റർ വരെയുള്ള ഓരോ ചാക്സൺ അലുമിനിയം പ്രഷർ കുക്കർ വാങ്ങുമ്പോഴും ഒരു 3 ലിറ്റർ അലുമിനിയം പ്രഷർ കുക്കർ സമ്മാനം. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ വേദിയിൽ ഇനി അടുത്തൊരു ഉഗ്രൻ സ്കിറ്റാണ് വരാൻ പോകുന്നത്. നല്ല കിഡിലൻ കോമ്പിനേഷൻ. സെൽവരാജ് ചേട്ടൻ ടീമാണ്. So let's welcome Selvaraj, Manu Kumbari and Shyam Kadakyaur. ഇതൈറ്റം വേറെ. അങ്ങനെ നമ്മുടെ അമ്മച്ചി വീട് സർക്കസ് കമ്പനി എറണാകുളം ജില്ലയിലെ മണിയുടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുവാൻ. അതെ. ഈ കാണുന്ന ഗ്രൗണ്ട് കണ്ടു, കുമാരൻ എന്ന് പറയുന്ന ഒരാളുടെ സ്ഥലമാണ്. നമ്മൾ കുമാരനോട് ചോദിക്കുന്നു, എന്നിട്ട് ഇവിടെ തന്നെ നമ്മൾ സർക്കസ് കമ്പനി ആരംഭിക്കാൻ പോവാൻ. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ സിംഹത്തെ അവിടെ നിർത്തുന്നു, കടുവയെ അവിടെ നിർത്തുന്നു, ആനയെ ഇവിടെ നിർത്തുന്നു, കരടിയെ അവിടെ നിർത്തുന്നു. അപ്പൊ കൊരങ്ങനെ അവിടെ നിർത്തും. നീ എവിടെയെങ്കിലും പോയില്ലടാ. എന്തിനാണ് ഞാൻ എന്തെങ്കിലും പറയുന്നത് അതിന്റെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത്? അതല്ലേ കൊരങ്ങനെ എവിടെ കൊണ്ട് നിർത്തും. അതാ പറഞ്ഞത്, നിനക്ക് എവിടെയെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ അവിടെ അങ്ങ് കൊണ്ട് വെച്ചേക്കണം. മനസ്സിലായി? വന്യമൃഗങ്ങളെല്ലാം മുതലാളി പറഞ്ഞ് നിർത്തൂല്ലേ? അതെ, വന്യമൃഗങ്ങൾ എല്ലാരും ഞാനിങ്ങനെ പറഞ്ഞു നിർത്താൻ പോവാ. അതെ, വന്യമൃഗങ്ങളെല്ലാം മുതലാളി പറഞ്ഞു നിർത്തും. പക്ഷെ മുതലാളി നിൽക്കണമെങ്കിൽ മുതലാളിയുടെ ഭാര്യ പറയണം. എടാ ബോലോറാമേ, നീ എന്തോ വർത്താനമാണോ ഈ പറഞ്ഞത്? എടാ നീ എന്റെ സർക്കസ് കൂടാരത്തിൽ വന്ന് കയറുന്ന സമയത്ത് ഈ രൂപം അല്ലായിരുന്നു നിനക്ക്. ഒട്ടിയൊരു വയറുവാട്ടി വന്ന് സത്യം പറഞ്ഞ കണ്ട ഇവന്റെ വയറേതാണെന്ന് നടു ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. ആ കോലത്തിൽ വന്നവനാണ്. എന്റെ ഉപ്പും ചോറും തന്നാണ് നീ ഈ കോലത്തിലായത്. അതിന്റെ ബി പി ഒക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഉണ്ടാവും. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. എടാ ഞാൻ നിന്നെ കൂടെ നിർത്തി. എന്തുകൊണ്ടാണ് ഞാൻ നിന്നെ കൂടെ നിർത്തിയത്? എന്തുകൊണ്ടാണ്? എടാ ഇവിടെ ഇറച്ചി മാത്രം തിന്നോണ്ടിരുന്ന സിംഹത്തെയും പുലിയെയും മോട്ടിവേഷൻ ചെയ്ത് വെജിറ്റേറിയൻ ആക്കിയതിനാണ് ഇവൻ. മനസ്സിലായി? അത് ആ ലാഭം ഉണ്ടാക്കി തന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ നിന്നെ കൂടെ നിർത്തിയിരിക്കുന്നത്. എനിക്ക് ഇറച്ചി തിന്നണ്ടേ? പിന്നെ ഇറച്ചി തിന്നണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? മുതലാളിയെ കാണുന്നു. മനസ്സിലായി? എന്നിട്ട് നമ്മൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തു. എന്താണ് നമുക്ക് എവിടെ നിർത്തേണ്ടെന്ന് പറയുന്നത്? എടാ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കടുവയെ അവിടെ നിർത്തുന്നു. കടുവയല്ല അവിടെ നിർത്തേണ്ടത്, പിന്നെ സിംഹത്തെ നിർത്തണം. ആന്തിരി സിംഹമല്ലേ കാട്ടിലെ രാജാവ്, ഫ്രണ്ട് നിൽക്കുന്ന സിംഹമാണ്. എടാ നിന്നോട് ആരാണ് പറഞ്ഞത് സിംഹമാണ് കാട്ടിലെ രാജാവെന്ന്? അല്ലേ? എടാ യഥാർത്ഥത്തിൽ കാട്ടിലെ രാജാവെന്ന് പറയുന്നത് കടുവയാണ്. അതെങ്ങനെ ശരിയാവും? എടാ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ആൺ സിംഹം എന്ന് പറയുന്ന സിംഹം കാട്ടിലെ രാജാവാണല്ലോ. ഒരു പണിക്കും പോകത്തില്ല, സ്വന്തമായിട്ട് ആഹാരം പോലും ഉണ്ടാക്കത്തില്ല. പെൺസിംഹം പോയി വേട്ടയാടിക്കൊണ്ട് വന്നാലേ ഈ ആൺ സിംഹം തിന്നത്തുള്ളൂ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മൾ കടുവേനെ വേണം അവിടെ ഇരുത്താനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കരടിയെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് നിർത്തും. വേണ്ട, കരടി അവിടെ നിർത്തരുത്. ഏറ്റവും ബാക്കിൽ പോണം. എടാ കരടി കുതിരയാണ് നിർത്തിയത്. നീ എന്തോ വർത്തമാനമാണ് പറയുന്നത്? എടാ കുതിരയെ അവിടെ നിർത്തേണ്ടത്. കുതിരയെ നമ്മൾ നിർത്തേണ്ടത് ഈ കരടിയുടെ പുറകിലായിട്ട് വേണം കുതിരയെ നിർത്താനായിട്ട്. ഈ കരടി ഫ്രണ്ട് കൊണ്ട് നിർത്താൻ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാം. ഞാൻ ബൊഫേ നടത്താൻ പോകും. എടാ പുലിയെ കൊണ്ടുവന്ന് ഞാൻ ചിലപ്പോ ഇവിടെ നിർത്തും. നിനക്ക് എന്താണ് ഇതിനകത്ത് കുഴപ്പം? ഇവിടെ പുലി നിന്നാ ശരിയാവൂലെന്ന്. കടുവയൊക്കെ ബാക്കിൽ പോയിട്ട് ഇവിടെ കുതിര നല്ല വെള്ളം. ഇവിടെ തന്നെ വേണം പുലി നിൽക്കാനായിട്ട്. പുലി അവിടെ നിന്നോട്ടെ. അതാണല്ലോ പുലി അവിടെയാണ്. പുലി അവിടെ നിൽക്കട്ടെ. ഒപ്പം സൈഡ് ഇതാ ഇവിടെ ആയിട്ട് കൊരങ്ങൻ നിൽക്കട്ടെ. അവിടെ ഇവിടെ നിൽക്കട്ടെ. ഇവിടെ നിൽക്കണ്ട. ഇവിടെ കൊരങ്ങൻ ഞാൻ പറഞ്ഞില്ലേ? നിൽക്കണമെന്ന് ഇത്ര ഉറപ്പിച്ച് വരെ താനാരാണോ? പിന്നെ എന്റെ വസ്തുവിൽ ഏതൊക്കെ ജീവികൾ നിൽക്കണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്ന. അതേ ഇവിടെ കൊരങ്ങൻ നിൽക്കട്ടെ. മണിയുടെ കുമാരൻ ഞാൻ തിരക്കി നടക്കുമായിരുന്നു. അതെ, ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ശൗചാലയത്തിന്റെ പരസ്യത്തിലുണ്ടോ? പിന്നെ സുഗന്ധമുറുക്കാന്റെ ടിന്നിലോ അവിടെ എവിടെയോ കണ്ട് അങ്ങനെ എന്തോ കണ്ടു പരിചയമുള്ളൂ. പറഞ്ഞുകൊണ്ട് മുതലാളി അറിയാത്തോണ്ടാണ്. മുതലാളി ആരാണെന്ന് അറിയാവുന്ന. നീ ഏതാടാ? അത് നീ പറ, നീ ആരാന്ന് പറ. അല്ല അങ്ങനെയാണ് നിങ്ങളായിക്കോ. അല്ല മനസ്സിലായില്ല നിങ്ങൾ ആരാ? മനസ്സിലായി, ഞാൻ പറഞ്ഞുതരാം. അതായത് അമ്മച്ചി വീട് സർക്കസ് കമ്പനി. അമ്മച്ചി വീട് സർക്കസ് അതെന്താണ്? ജംബോ സർക്കസ്, ജെമിനി സർക്കസ് എന്നൊക്കെ ഉണ്ട്. ഈ അമ്മച്ചി വീട് എന്ന് പറഞ്ഞാ അത് സംഭവം എന്ന് പറഞ്ഞാൽ എന്റെ അമ്മച്ചി വീട് വിറ്റിട്ടാണ് ഞാൻ ഈ സർക്കസ് കമ്പനി ആരംഭിച്ചത്. കുടുംബം വിറ്റ് സർക്കസ് നടത്തുന്ന ഒരുത്തിന് ആദ്യമായിട്ട് കാണും. പക്ഷെ ഇതിനകത്ത് വെറൈറ്റി ആയിട്ട് എന്താണ്? അതായത് ഈ നമ്മുടെ റൗണ്ടിനകത്ത് തീ കത്തിക്കും. ഈ തീ കത്തിച്ചിട്ട് ഇതിനകത്തൂടെ കണ്ണ് കെട്ടി ഞാൻ ഇങ്ങനെ ചാടും. എന്നിട്ട് ഇങ്ങനെ വന്ന് കുനിഞ്ഞൊരു നിപ്പുണ്ട്. വല്ല ആവശ്യം ഉണ്ടായിരുന്ന അമ്മച്ചിയുടെ സ്വത്തൊക്കെ വിറ്റിട്ട് ഈ സർക്കസ് നടത്തി കുനിഞ്ഞിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ആ സ്വത്ത് നല്ല ആ വിറ്റിട്ട് അത് ബാങ്കിൽ കൊണ്ടിടാത്തത് 10 പൈസ കിട്ടിയാലോ. ഞാൻ ആരാണെന്ന് മനസ്സിലായി. സംഭവം അറിയോ? ഞങ്ങൾ ഈ പറമ്പ് നമ്മൾ ഇതിന് വേണ്ടിട്ട് വാങ്ങി, അതായത് ഒരു മാസത്തേക്ക് വാടക എടുക്കാനായിട്ട് വന്നതാണ് സർക്കസാ. അയ്യോ പറ്റുന്നില്ല. ഞാൻ 69 കൊടുത്തേക്കാണ്. 69? അതേന്ന് ഏതെടുത്താലും 69 മേള. അവരിവിടെ വന്നിട്ട് 2 കിട്ടി പരിപാടി ചെയ്യാനായിട്ട് നിൽക്കുകയാണ്.
അപ്പൊ ഇത് സംഭവം നിങ്ങൾക്ക് മനസ്സിലാഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഈ കഴിഞ്ഞ കോഴിക്കോടുണ്ട്. കോഴിക്കോട് എന്റെ ദൈവമേ, ഞങ്ങളെ മാനാഞ്ചിറ മൈതാനത്ത് ഞങ്ങളുടെ സർക്കസ് കൂടാരെ കൊണ്ടൊക്കെ കെട്ടി. എന്റെ പൊന്നടാവേ, എവിടുന്നൊക്കെ ആൾക്കാർ വന്നെന്നറിയാവോ? അങ്ങനെ സർക്കസ് കൂടാരെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്ന് റോഡിന്റെ അവിടുന്ന് ഇവിടം തൊട്ട് അവിടെ വരെ അങ്ങനെ ക്യൂ. അതാരാ അത്? അതിന്റെ ഭാര്യ. ഭാര്യ എവിടെ എന്തിനിത് എത്തി വെക്കണം ഇങ്ങോട്ട്? അതെന്തിനാ? ആട്ടിന് വെള്ളം കൊടുക്കാനാണ്ട് പോകണമെന്ന് തോന്നുന്നു. ആടിന് വെള്ളം കൊടുക്കാൻ പോകുന്നു. ആടിന് വെള്ളം കൊടുക്കാൻ പോണേ? അവള് വെള്ളം കൊടുക്കാൻ പോണേ കൂടെ പോണോ നീ? ഇല്ല. വെള്ളം ഇറക്ക്. അത് നോക്കിട്ടിരിക്കണ കാര്യം അല്ല, ഞാൻ അതൊരു പൊക്കോളൂ. അത് കഴിഞ്ഞിട്ട് എന്റെ പൊന്നേടെ തമ്പാനൂരിലായിരുന്നു. തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെ നമ്മൾ കൊണ്ട് ഈ ടെന്റ് കെട്ടി. വണ്ടി ഈ ബസ്സിനകത്ത് കയറാൻ പോകുന്ന ആൾക്കാരില്ലേ, ഓരോ സ്ഥലത്തോട്ട് പോകാൻ മറന്നുപോയി. ഞങ്ങളുടെ ഷോ കാണാനായിട്ട് ഇങ്ങനെ റോഡിന്റെ അവിടെ തൊട്ട് ഇവിടം വരെ അങ്ങ് നിരന്ന് നിൽക്കും. അതാരാ? അത് വേലക്കാരി. സന്ധ്യ വേലക്കാരി. എന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പക്ഷേ അവള് കറങ്ങി നടക്കണം കേട്ടോ. അവള് എനിക്ക് തോന്നുന്നു മഞ്ചേരി കാണാൻ പോകുമെന്ന് തോന്നുന്നു. അല്ല, സംഭവം അറിയോ? ഭാര്യ ആടിന് വെള്ളം കൊടുക്കുന്നു, വേലക്കാരി ഫ്രീ ആയിട്ട് നടക്കുന്നു. അതാ സംഭവം. ഞാൻ അവൾക്ക് ഫുൾ ഫ്രീഡം കൊടുത്തേക്കാണ് എന്റെ വേലക്ക്. പിന്നെ ഞാൻ അവള് ചെയ്യണം കാര്യങ്ങൾ ഉത്തരവാദിത്തം ഇവർക്ക് ഫ്രീഡം ഞാൻ കൊടുത്തു. ഇതാണ് ചില ആണുങ്ങൾ ഇങ്ങനെയാണ് അല്ലേ? ഭാര്യമാര് ഫോൺ ചെയ്യും, ഭയങ്കര ദേഷ്യം. എന്താ വിളിച്ചത് കൊന്നൊക്കെ പറയും. കാവ് വിളിക്കുമ്പോ പൊന്നേ എന്തിടാ ഇതെന്താ നിങ്ങൾ? അത് വേറൊന്നും കൊണ്ടല്ല സർക്കസേ. അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ വീട്ടിലെ കിണറ്റിലെ വെള്ളം ഉണ്ടല്ലോ, നമുക്ക് എപ്പോ വേണോ കോരി കുടിക്കാം. പക്ഷെ പഞ്ചായത്ത് പൈപ്പിൽ അങ്ങനല്ല. വെള്ളം വന്ന് കിട്ടിയ. അയ്യോ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആലപ്പുഴയിലെ തുരുത്ത്. അത് ആലപ്പുഴ ചെന്നപ്പോ നിങ്ങൾ സർക്കസ് തുരുത്തി കളഞ്ഞ? ഇല്ല, പിന്നെ അതല്ല. അയ്യോ, ഞങ്ങളെ തുരുത്തിന്നല്ലേ പറഞ്ഞത്. ആലപ്പുഴയിലെ മറ്റേ ഈ വെള്ളത്തിന്റെ നടുക്ക് തുരുത്ത്. മനസ്സിലായി? ഈ തുരുത്തിലായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് ഈ കാറൊന്നും പോകത്തില്ല. പിന്നെ വെള്ളത്തിൽ വള്ളത്തിൽ കൂടെ വേണം പോകാനായിട്ട്. അല്ല, റോക്കറ്റ് വിടാൻ പറ്റുമോ? അങ്ങനെ പറ്റൂല്ല സ്ഥലത്തും. പിന്നെന്താ? അങ്ങനെ ഞങ്ങളങ്ങോട്ട് ചെന്ന് ദൈവമേ, ഈ കൂടാനുണ്ടല്ലോ അങ്ങ് കെട്ടി നേരെ ഞങ്ങൾ സർക്കസ് തുടങ്ങാൻ നിന്നപ്പോഴത്തേക്ക് വള്ളത്തേല് കൈത്തോട് ഫുൾ ആൾക്കാർ ഇങ്ങനെ നിരന്നങ്ങ് നിൽക്കും. അതാരാ? അതാത് ആദ്യം വാ, എന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ ആദ്യം അല്ല അത് പറഞ്ഞിട്ട് നീ കഥ പറഞ്ഞാൽ മതി. അല്ല ആദ്യം പെണ്ണുങ്ങളൊക്കെ പരിചയപ്പെടുത്തരാം. ചാരുകസേര എന്റെ അച്ഛൻ എളിഞ്ഞിരിക്കണം, അത് നിനക്ക് കാണാൻ വയ്യ. പെണ്ണുങ്ങളെ മൊത്തം കാണേണ്ട കാര്യം എന്തോ? ഇപ്പൊ അച്ഛനെ ഞാൻ വായിക്കാൻ പറ്റില്ല. അച്ഛനെ കാണേണ്ട കാര്യമില്ല. ഞാൻ സംഭവം എന്ന് പറഞ്ഞത് ആരാണ് എന്താണെന്ന് ചോദിച്ചു പോയി. ആരെന്താ ചോദിക്കേണ്ട കാര്യം? ഞാൻ ഇങ്ങനെ വഴക്ക് പുള്ളിയെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. അല്ലാതെ ഞാൻ പറയും, പുള്ളിക്ക് നമ്മളെ കുറിച്ച് അറിഞ്ഞൂടാ. അതെ, ഓലോറാം വേണ്ട. എന്റെ മോലാലിയുടെ ഐറ്റം കണ്ടോണ്ടാ. അത് എന്താ വാർത്ത? 80 കുടുംബമാണ് ഈ ഐറ്റം കൊണ്ട് ജീവിക്കുന്നത്. അറിയാമോ? 80 കുടുംബം അറിയാമോ? വേറെ അതെ, കണ്ണ് കെട്ടിയിട്ട് പരിചയത്തോരെ വിളിച്ചിട്ട് കത്തി എറിയും. അങ്ങനെയുള്ളതാണ്. മാസത്തിൽ 20 ഷോ ഉണ്ട്. 20 ഷോ നമുക്കുണ്ട്. അതെന്താ 10 ഷോ കൂടെ 30 ഷോ അല്ല 10 ഷോ കൂടെ ചെയ്തൂടെ 10 ദിവസം? അല്ല, ഈ 10 ദിവസം കേസ് പറയണ്ട, മറ്റേ എറിഞ്ഞതിന്റെ കേസ്. ഓ, അങ്ങനെ ഉണ്ടല്ലേ? അല്ല, അപ്പൊ നല്ല സർക്കസ് ആണല്ലോ നടക്കുന്നത്. എന്തായാലും വിട് കേട്ടോ സർക്കസ് ഒക്കെ. പിന്നെ നിങ്ങളിലേക്ക് വന്ന് സംസാരിച്ച ബോലോറാം എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, ആരാ ഈ നിൽക്കുന്നതെന്ന് അറിയാവോ? അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുവാണോ? അയ്യോ, അതല്ലെന്ന്. സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലിയൊരു മനുഷ്യനാണ്. കാരണം ഇത്രയും നല്ലൊരാളുടെ കൂടെ സംസാരിക്കാൻ പറ്റിയത് തന്നെ ഇവൻ എനിക്ക് കിട്ടിയത് തന്നെ എന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അവന്റെ ഒരു കിടുക്കൊരു സംഭവം ഉണ്ട്. എന്താ? ഞാനത് പറയും. അവന്റെ കിടുക്കൊരു സംഭവം ഉണ്ട്. അവൻ തലേ വെച്ച് ചായ തിളപ്പിക്കും. അതെന്താ? പുള്ളിയുടെ വീട്ടിൽ അടുക്കളയില്ല? പിന്നെന്തിനാ തലയിൽ വെച്ച് ചായ തിളപ്പിക്കേണ്ട കാര്യം? നമ്മുടെ അടുക്കളയില്ലേ? അതൊരു ഐറ്റമാണ്. തലേ വെച്ച് ചായ തിളപ്പിക്കും, നെഞ്ചി വെച്ച് ചപ്പാത്തി ഉണ്ടാക്കും. അപ്പൊ രാവിലത്തെ കാപ്പിയുടെ കാര്യം ഓക്കെ. അപ്പൊ ഫുള്ള് രാവിലത്തെ കാപ്പിയാണ്. അല്ല, വേറെ ഐറ്റം ഉണ്ട്, പല ഐറ്റങ്ങൾ ചെയ്യുമല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം ചെയ്യാൻ ഒരു കാര്യം കൂടി ചെയ്യാത്തണ്ട്. എന്തുവാ? ആരെങ്കിലും കഷ്ടത്ത് വെച്ച് അത് പിടിയാത്തണ്ട്. അതൊരു വേറെ സാധനം പോലെ ഇതിന്റെ കൂടെ അടിപൊളിയായി. ഇതല്ലേ ചെയ്യേണ്ടത്? ഇവനെ കിട്ടിയത് തന്നെ എന്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നതാണ്. പിന്നെ നമ്മുടെ ഈ സർക്കസ് തുടങ്ങാൻ നേരത്ത് മെയിൻ ഐറ്റം എന്താണ്? അതായത് സർക്കസ് നമ്മൾ തുടങ്ങി കുതിരയും രാജ്ഞിയും പോകുമല്ലോ, അതിന്റെ തൊട്ടു പുറകെ കണ്ണും ഒരു വിഗും വെച്ചോണ്ട് ജയന്റെ ഫിഗർ ഇട്ടുകൊണ്ട് അങ്ങ് ഇറങ്ങും. ഒരു കാര്യം പറഞ്ഞിട്ട് ചവക്കല്ലേ, അങ്ങോട്ട് പോയി കഴിയും. അങ്ങോട്ട് പോയി ഒരു കാര്യം പറഞ്ഞിരിക്കല്ലേ, വർത്താനം പറഞ്ഞോണ്ടിരിക്കണേ അങ്ങനെ കഴിക്കല്ലേ ചേട്ടാ. അരോചകമായിട്ട് ഭക്ഷണം കഴിക്കാം. അങ്ങോട്ട് മാറി. ചവച്ചതല്ലേ പിന്നെ ഒരു വിഗ് വെച്ച് അവനാ ജയൻ. ഇടുക്ക സാധനമാ.
ആളെ കൂട്ടാനുള്ള ആളെ ഒഴിപ്പിക്കാനുള്ള സർക്കസാണ്. ഇത് സത്യം പറഞ്ഞ ഇത് നമ്മൾ ഞെട്ടിപ്പോ. അതൊന്നും അല്ല, ഞെട്ടാൻ പോണേ ഉള്ളു. ഇത് കഴിഞ്ഞ പറഞ്ഞ ഈ വിഗ്ഗൊക്കെ തിരിച്ചു വെക്കും. എന്നിട്ട് ലാലേട്ടനായിട്ട് വന്ന് നിന്നിട്ട് എല്ലാവർക്കും ഒരു ആശംസ വീഡിയോ. അതാരാ? പുള്ളി തന്നെ വിഗ്ഗ് തിരിച്ചു വെച്ച് കയറും. എന്താ മോനെ ആന്റണി പെരുമ്പാവൂരിനെ ഒന്ന് വിളിച്ചു പറയണേ. എന്തിന്? അല്ല, ഇങ്ങനെ ഒരു മോഹൻലാലും കൂടെ ഇറങ്ങിയിട്ടുണ്ടോന്നുള്ള കാര്യം പുള്ളി അറിയാം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കൂല. ചിലപ്പോ അവിടെ വിഷയമുണ്ടോ? ഇത് നിങ്ങളുടെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കാതെ പോവാൻ നോക്ക്. നിങ്ങൾക്ക് മനസ്സിലാകാത്തോണ്ടാണ്. എന്താണ് ഈ നിൽക്കുന്ന എന്റെ ഈവനുണ്ടല്ലോ ഈ ബോലോറാം, ഇവൻ വേറൊരു സംഭവം ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവം? അതായത് ഞാൻ കാറിനകത്തിരിക്കും. ഞാൻ കാറിനകത്തിരുത്തിട്ട് ഇവൻ എന്താ പറയാ, ഒരു കയറ് കെട്ടിട്ട് ഇത് വായി വെച്ച് കടിക്കും. എന്നിട്ട് ഈ കാറ് ഇങ്ങനെ കടിച്ച് വലിച്ചോട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലേ? ഉണ്ട്. നിങ്ങളെ കാരെന്തിനാ ആ പുള്ളിയെ കൊണ്ട് കടിച്ചു വലിക്കണം? പെട്രോൾ അടിക്കാൻ നിങ്ങളെ കാശില്ലേ? നിങ്ങൾ ഭാര്യയായിട്ട് കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഈ പുള്ളി ഫ്രണ്ടിൽ നിന്ന് കടിച്ചു വലിക്കണമെന്ന് ആലോചിക്കണം. നാണക്കേടല്ലേ? കുടുംബത്തിന് നാണക്കേടല്ലേ? അതിന്റെ ആവശ്യം എന്തെന്ന്? എന്ത് ഐറ്റം? അതൊക്കെ അതൊക്കെ മര്യാദ കേട്ട പരിപാടിയാണ്. അപ്പൊ എന്തായാലും നിങ്ങള് ചെല്ലേ. അല്ല, എത്ര കഴിവുള്ള നിങ്ങളുടെ കുടുംബത്തിൽ കഴിവാറിയുള്ള ആരും ഇല്ല. നിങ്ങൾ ഈ പറഞ്ഞ കണക്കൊന്നുമില്ല. എന്റെ കുടുംബത്തിൽ കഴിവുള്ള ആൾക്കാരുണ്ട്. എന്റെ ചാച്ചൻ ഒന്നാം തരം സർക്കസാരനായിരുന്നു. സാധാരണ നമ്മൾ ഈ സിഗരറ്റ് ഇങ്ങനെ വലിച്ചിട്ട് മൂക്കി കൂടെ അല്ലേ പുക വിടുന്ന. ചാച്ച അങ്ങനെയല്ല, പിന്നെ കണ്ണിലും ചെവി കൂടെ പുക വിടും. പിന്നെ ആലുവ അരവിന്ദ് അറിയത്തില്ലേ? 4 സൈഡിൽ കൂടെ പോകും. 4 സൈഡിൽ കൂടെ പോകും. അപ്പൊ അത് ആലുവ അരവിന്ദനല്ലേ? പിന്നെ ആലുവ അടുപ്പ്. പിന്നെ 4 സൈഡിൽ കൂടെ നമ്മളെ പൈസ കൂടുതൽ കൊടുക്കാന്ന് പറയാം. സംഭവം പൈസ എത്ര വേണേലും തരാം. പൈസ നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ എനിക്ക് പറ്റത്തില്ലേ. ഞാൻ പറഞ്ഞില്ലേ 69 ടീം വരും, 69ന്റെ മേളക്കാർ വരും. അവർ തരുന്നേ കാട്ടി കൂടുതൽ പൈസ തരും. കൂടുതൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത പൈസയാണ് ഞാൻ തരുന്നത്. എത്രയാണ്? ഒരു ദിവസം 150 രൂപ. ഒരു മാസം എത്രയെന്ന് കൂട്ടി നോക്കും. അപ്പൊ ഈ തലയില് ചായ ഇടുന്ന ആൾക്ക് എത്ര? 25 രൂപ ശമ്പളം. എടാ, ഈ തലയിൽ വെച്ച് ഉണ്ടാക്കുന്ന ചായ ഇല്ലേ, അതല്ലാതെ വിറ്റാ കിട്ടുമല്ലോ 250 രൂപ. 25 രൂപയ്ക്ക് ഇവിടെ ചായ ഇടുന്ന കാട്ടി തരത്തില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല 69 കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഞാൻ ഈ സർക്കസ് തുടങ്ങിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എങ്ങനെ തുടങ്ങിയ? അമ്മച്ചിയുടെ വീട് വിറ്റ് ഞാൻ ഈ സർക്കസ് തുടങ്ങി. ഞാൻ നേരെ ബോംബെയിലേക്ക് അങ്ങ് പോയി. ബോംബെയിലാണ് ഞാൻ ഈ സർക്കസ് ആദ്യമായി കളിക്കുന്നത്. ഈ പുള്ളി ബോംബെക്ക് പോയതേ എങ്ങനായിരുന്നു? ബോംബെക്ക് പോയ പുള്ളി ട്രെയിനിലോ ഫ്ലൈറ്റിലോ ആയിരിക്കും. അല്ലാതെ ഇവിടെ നിന്നിരുന്ന് നിരങ്ങും അല്ലായിരുന്നല്ലോ. പിന്നെ എന്തിനിങ്ങനെ കരയേണ്ട കാര്യം? ഇങ്ങനെ കരയേണ്ട കാര്യം നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറയാം. എനിക്ക് വേറെ പരിപാടി ഉണ്ട്. എന്താന്ന് വെച്ചാൽ പറഞ്ഞ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഈ സ്ഥലം തരുവായിരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടെ സർക്കസ് കളിക്കുമല്ലോ. ഞങ്ങൾ സർക്കസ് കളിക്കും. സ്ഥലം ഞാൻ അങ്ങനെ തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞല്ലോ. 69 ടീമിന് കൊടുത്തുപോയി. എനിക്ക് ഒരു വാക്കേ ഉള്ളൂ. 69 ടീമിന് ഞാൻ കൊടുത്തു കഴിഞ്ഞു എന്റെ വസ്തു. മനസ്സിലായോ? ഇവിടെ ഇങ്ങനെ ഒരു 69 മോദി എന്തോ ചെയ്യാനാണ്. ഏതെടുത്താലും 69 ടീം. ഓക്കെ, സംഭവം എന്താണെന്നറിയോ? എടാ, നമ്മൾ ഈ മറ്റേ ട്രിപ്പീസ് ഉണ്ടല്ലോ മേളിൽ നിന്ന് ഊഞ്ഞാലാടുന്നത്, അത് മറ്റേ ഫ്രോക്ക് കൂട്ടോണ്ട് മറ്റേ നമ്മുടെ ഫിലിപ്പൈനി ഒരു പെണ്ണ് വന്ന് കളിക്കാന്ന് പറഞ്ഞു. അതാണ് ആള് കൂടുന്നത്. അതുപോലെ തന്നെ മറ്റേ റഷ്യക്കാരി വന്നിട്ട് മറ്റേ ജഗ്ലിംഗ് ഉണ്ടല്ലോ. അത് ഫ്രോക്ക് കൂട്ടോട്ട് ഞാൻ എന്താ നമ്മളിതെല്ലാം പുതിയൊരു ഐറ്റം ഇതിനകത്ത് കൊണ്ട് വെച്ച് വേറൊരു സ്ഥലം കിട്ടാൻ ആളില്ല. ഈ ഇത് ഇങ്ങനത്തെ ഇറങ്ങിക്കൂടെ ചാടുന്ന ആരെന്ന് പറഞ്ഞ ഇവിടെ ചാടുന്ന ആരെന്ന് പറഞ്ഞു? ഫിലിപ്പൈനി. ഈ ഏതെടുത്താലും 69 ടീം ഉറപ്പൊന്നുമില്ല വരുമെന്നേ. ഞാൻ പറഞ്ഞില്ല, അത് കാരണം ഈ ചൈന കാര്യങ്ങളാണ്. ചൈനീസ് സാധനങ്ങളല്ലേ ഇവർ ഈ 69 കൊണ്ട് വരുന്നത്. അല്ല, നിങ്ങൾ ഇനിയിപ്പോ അവർക്ക് വാക്ക് പറഞ്ഞല്ലോ. അല്ല, പിന്നെ വേറെ ആരും ചാടുന്നെന്ന് പറഞ്ഞ മറ്റേ ഊഞ്ഞാലിക്കൂടെ ചാടുന്ന ഇല്ല, മറ്റേ ഇത് റഷ്യക്കാരെല്ലാം ഉണ്ടല്ലോ. ഞാൻ ഇവര് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് ഒരു സമയത്ത് വന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടം വരും. നിങ്ങൾക്ക് അത്യാവശ്യം വേണമെങ്കിൽ അവര് വരുന്നവരെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. വിഷയമില്ല. ഞാനിത് ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് തന്നാ മതി, വേറെ വിഷയമില്ല. അല്ല, ഞാൻ പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾക്കൊരു സഹായം ആവണമെങ്കിൽ ആവട്ടെ എന്നുള്ള കാര്യം. നാളെ രാവിലെ. അപ്പൊ ഇത് ഈ ചാടുന്ന പിള്ളേര് ഇവിടെ എപ്പോഴാ എത്തുന്നേ? അല്ല, അവരങ്ങ് ദൂരത്തുനിന്ന് വിളിച്ചു വരുത്താൻ പാടല്ലേ. അതുകൊണ്ട് നമ്മൾ കേരളത്തിലുള്ള ആൾക്കാരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലുള്ള ആര്? ബിജു പൊഴിയൊരു ശബ്ബു കല്ലറി. രണ്ടുപേരും വരുന്നു, ഫ്രോക്ക് എടുത്തിടുന്നു. ഒരാൾ ആടുന്നു, ഒരാൾ ജഗ്ലിക്ക്. ഒരാൾ ആടുന്നു, വേറൊരാൾ ജഗ്ലിക്ക്. ആളാണ്. ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. അവന്മാരാണ് അവിടെ. അവന്മാര് സാരി കൊടുത്ത മടുത്ത ഇപ്പൊ ഫ്രോക്ക് ഇട്ടോണ്ട് ഇറങ്ങിയ ഒരു ഐറ്റം വേണ്ട. ഒന്നും ഒരു പരിപാടിയില്ല. നിങ്ങൾ അതിന്റെ ആവശ്യമില്ല. ഞാൻ സംഭവം ശരിയാണ്. എനിക്കല്ലേലും അങ്ങനെ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ തന്നെ എന്റെ സർക്കസ് കൂടാരത്തിൽ കൂട്ടിൽ അടച്ചിട്ട് വളർത്തിയ എന്റെ പുലി ചിപ്പൻ എന്ത് നല്ല പുലിയായിരുന്നറിയാവോ? ഒരു സമയത്ത് സൂപ്പർ പുലിയായിരുന്നു. പുലിയെ നല്ല പുലിയായിരുന്നു. എന്തോ നല്ല കേക്ക് കൈ ആയിരിക്കും. എന്റെ ചിപ്പപ്പുലി എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒരു മോഹകർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവനപ്പം പിടക്കും. സുന്ദര പുലി, ഒടിപുളി പുലിയെന്ന് എന്ത് കൊടുത്താലും കേക്കിന് പുലി.
ഇതെന്താ ഒരു സൈഡിൽ ആകാശദൂതും ഒരു സൈഡിൽ CID മൂസ? എന്താ കാര്യം പറ, നിങ്ങൾ എന്താ സംഭവം എന്താ? അങ്ങനെ എന്റെ ചിപ്പുപുലി അവനെ ഞാൻ ഒരു ദിവസം ഒരു കൊച്ചു വടിയെടുത്തൊന്ന് തല്ലി. ആ വിഷമത്തിൽ അവൻ ഞങ്ങളുടെ സർക്കസ് ടെന്റ് വിറ്റൊക്കെ ഇറങ്ങി. അവന്റെ പുറകെ ഞാനങ്ങ് പോയി. അങ്ങനെ അവൻ വേറൊരു സർക്കസ് ക്ലബ്ബിൽ ചെന്ന് ചേർന്നു. ഞാൻ ചെന്ന് പറഞ്ഞു, ചിപ്പാ ഇത്രയും നാളും നിനക്കാണ് ഞാൻ എല്ലാം കൃഷ്ണ ഇട്ട് തന്നത്, ആ എന്നെ ഇട്ട് നീ പോകരുത്. അങ്ങനെ ചിപ്പൻ തിരിച്ചു വന്നു, ജൻഷനി നിൽക്കുവാൻ. ഞാൻ പറഞ്ഞു, ചിപ്പാ ഇപ്പോഴും നിനക്ക് സമയമുണ്ട്, നീ ടെന്റിലേക്ക് വാ. ചിപ്പൻ എന്നോടൊന്നും മിണ്ടാതെ കാട് കയറി എങ്ങോട്ടോ പോയി. എന്റെ ചിപ്പൻ കാട് കയറി എങ്ങോട്ടോ പോയി. ഇത് ചിപ്പനല്ല കാട് കയറി പോയ, പറഞ്ഞ കഥയുടെ കാട് കയറി എങ്ങോട്ടാ പോയത്? ഇത് അവിടെ നിന്ന് പിടിച്ചോണ്ട് വരണം. ഇത് എന്തോ പറഞ്ഞ സംഭവം? ഏത് ചിപ്പൻ? ഏതാ? അത്രയും വിഷമിച്ച് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ വസ്തു ഞാൻ കൊടുക്കില്ല. 69 ടീമിന് കൊടുത്തു കഴിഞ്ഞു. 80 കുടുംബങ്ങൾ ജീവിക്കാനുള്ള 80 കുടുംബം പിന്നെ 80 കുടുംബങ്ങൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മാഷേ. പോട്ടെ ഇപ്പൊ വേണ്ടേ തരത്തില്ലെന്ന് പറഞ്ഞില്ല. തരത്തില്ലല്ലോ. തരത്തില്ല, ഉറപ്പല്ലേ? കാരണം ഞാൻ പറഞ്ഞില്ല 69 ടീമിന് കൊടുത്തു കഴിഞ്ഞു. ഒരു വാക്കേ എനിക്കുള്ളൂ. വേണ്ടേ തരണ്ട. അപ്പൊ കൊല്ലം മൈതാനം നോക്കണം. നോക്കാം. ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മള് 2 മണിക്ക് ഷോ, 4 മണിക്ക് ഷോ, 6 മണിക്ക് ഷോ ആണ്. അതെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി 9 മണിക്ക് ഒരു സ്പെഷ്യൽ ഉണ്ടായിരുന്നു. ക്യാബറെ. പ്രശസ്ത നർത്തകരവതരിക്കുന്ന ക്യാബറെ. നമ്മൾ ഈ വാടക തരുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് നമ്മൾ ചിലപ്പം 1 മാസം ഉണ്ടല്ലോ, ഈ 1 മാസം ഫ്രീ ആയിട്ട് കയറ്റുമായിരുന്നു. ഈ 9 മണിക്ക് ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ? ഇവരല്ലേ ശമ്പും പൊടിയൂരൊക്കെ ആയിരിക്കും ക്യാമറ കളിക്കുന്നത്. അവരെ പിടിച്ച് ക്യാമറ കയറ്റി ആരെങ്കിലും വരും, അവരെ പിടിച്ച് ക്യാമറ കയറ്റി. അവരല്ലേ? വേറെ ആൾക്കാരുണ്ട്. അവര് വന്ന് ക്യാമറ ചെയ്തിട്ട് ആര് വന്ന് കാണാൻ? അവരല്ല. ഇനി അവരെ ആൾക്കാർ വരുമെന്ന് ഉറപ്പന്നെ. പരിചയസമ്പന്ന ആൾക്കാർ വരും. ഭാഗ്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ആ കൊല്ലം മൈതാനം നോക്കണം. ശോഭേ, നീ ഓണത്തിന് കൊച്ചുങ്ങളെ കൊണ്ട് വീട് വരെ പോണെന്ന് പറഞ്ഞില്ലേ? ആ അച്ഛനെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് പോയിട്ടോ ഏട്ടാ. കുഴപ്പമില്ല, 28 ഓണത്തിന് ഞാൻ വന്ന് വിളിക്കാം. ഇറങ്ങിക്കോ മക്കള്. ഞാൻ വിളിക്കാം. ഭാര്യയെ വീട്ടിലോട്ടൊന്ന് പോകണമെന്ന് പറഞ്ഞു. നമ്മളായിട്ടൊന്നും തടസ്സം നിൽക്കാൻ പാടില്ല. നല്ലതാണ്. അതല്ലേ അവരെ ഓരോ കാര്യങ്ങൾ അവരെ ഇഷ്ടത്തിന്. പിന്നെ അത് വേണം. അപ്പൊ ഈ ക്യാമറ കളിക്കണം എത്ര? രണ്ടുപേരല്ലേ? എത്ര ഷോയാളെ? അത് രാത്രി 9 മണിക്ക് ഷോ, 1 മാസം ഫുള്ളുണ്ട്. ആണല്ലേ? അവരെപ്പോ വരും? അവരെപ്പോ വരും എന്ന് പറഞ്ഞാൽ വിളിച്ച ഉടനെ വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പഴയ ആളാണ്, ഒരാൾ ഇപ്പൊ ഫീൽഡിലേക്ക് വന്നതേ ഉള്ളൂ. അല്ല, ആരാണ് അവര്? ചിത്തനാലപ്പുഴ പിന്നിരാജ് കുന്നിക്കോട്. ഒരു ക്യാമറ എന്ന് പറഞ്ഞ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ ആട്ടം കണ്ടാൽ തന്നെ ആൾക്കാർ തടിച്ചു കൂടും. പിന്നല്ല 9 മണിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് വയറിലായിരിക്കും. നിങ്ങൾക്ക് ഈ ആണുങ്ങളെ കൊണ്ട് പെൺവേഷം കെട്ടിക്കേണ്ട കാര്യം നിങ്ങൾ പോ. ഇതെന്തൊരു വെറൈറ്റി ആയിട്ട് കൊടുക്കുന്ന താർക്കം വേണ്ടെന്ന് പറഞ്ഞു. കൂടുതൽ സാധനമാണോ? ഞാൻ പറഞ്ഞില്ല 69 ടീമിന് വസ്തു കൊടുത്തത്. നിങ്ങൾ അതൊക്കെ ചെയ്യേണ്ട കാര്യം എന്തോ? എന്തൊരു മനുഷ്യനാണ് ക്യാമറ കാണിക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, എന്തൊരു മനുഷ്യനാണ് നിങ്ങൾ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ 69 ടീം ഇവിടെ വന്നിട്ട് ഏതെടുത്താലും 69, ഏതെടുത്തും 69, നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? ഞങ്ങൾ ഈ ഷോ ഇവിടെ നടത്തുവാണെങ്കിൽ ആൾക്കാർ ഇടിച്ചു കയറും. ചോദിക്കുന്ന പൈസ അവരെത്ര രൂപ തരാന്ന് പറഞ്ഞു. അവർ 1 ലക്ഷം രൂപ അഡ്വാൻസ് തരും. 1 ലക്ഷം രൂപ. ഞാൻ 1,10,000 തരും. 1 ലക്ഷം രൂപ? 1,10,000 തരും. ഞാൻ തരും. എന്താ എന്റെ അക്കൗണ്ടിലിടും? അക്കൗണ്ടിലിടാ. 1,10,000. ഹലോ, ഞാനീ പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഒരു 1,10,000 ഇട്ട് കൊടുത്തേക്കണം. അക്കൗണ്ട് നമ്പർ പറ. 16 16 24 32 32 15 10. ഓക്കെ, ഇട്ടേക്കണേ. ഇപ്പൊ തന്നെ അക്കൗണ്ടിലോട്ട് പൈസ കയറിക്കും. ഓക്കെ. അപ്പൊ ഞങ്ങൾ നാളെ തന്നെ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരും. രാവിലെ എത്തും. ടെന്റ് മൊത്തം ഇവിടെ അടിക്കുന്നു. ഞങ്ങൾ തുടങ്ങാൻ പോകും. സൂക്ഷിച്ചോളണം, വസ്തുവൊക്കെ സൂക്ഷിച്ചോളണം. ഇല്ല പക്കേട്ട്. പിന്നെ ഈ സാധനങ്ങളെ കൊണ്ട് ഇറങ്ങുമ്പോഴേ ആ കാണുന്ന വീട്ടിലൊന്ന് ചോദിച്ചേക്കണം കേട്ടോ. ആ കാണുന്ന വീട്? അതെ. അതിന് അവിടെ ചെന്ന് ചോദിക്കും. അവിടെ അല്ലേ ഈ വസ്തുവിന്റെ ഓണറാ വീട്? അപ്പൊ പിന്നെ താനാരാണ്? ഞാനല്ലേ പറഞ്ഞു, ഞാനത്തെ 69 ടീം. ഞാനല്ലേ 69. ഇതെടുത്തിരിക്കുന്നു. അതെ. എടാ, എന്നാ പിന്നെ നിനക്ക് ആദ്യമേ ഞങ്ങൾ വന്നപ്പോഴേ ഇത് പറഞ്ഞുകൂടായിരുന്നടാ. ആദ്യമേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ലൈമാക്സിൽ പറയാൻ എന്തെങ്കിലും വേണ്ടേ? ക്ലൈമാക്സ് ഇല്ല. ക്ലൈമാക്സ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഇത് പിടിച്ചോണ്ടിരിക്കുവാൻ. അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊരു ഡിസ്റ്റ് ഞാൻ പറയട്ടെ. ഇതിനൊരു ആന്റി ക്ലൈമാക്സ് ഉണ്ട്. തന്നെ ഉണ്ട്. അത് ഞാൻ പറയത്തില്ല. ആന്റിയുടെ ആൾ അവനാണ്. പറയാനുള്ളതല്ല, കൊടുക്കാനുള്ളതാണ്. സെൽവരാജേട്ടൻ ആൻഡ് ടീം, ഞാൻ കുറെ ചിരിച്ചു. ഇനി നമ്മുടെ കാര്യക്കാര് ചിരിച്ചോ എന്ന് നമുക്ക് ചോദിക്കാം. ഷാ ചേട്ടാ. അടിപൊളിയാണ്, സൂപ്പറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരും നല്ല കോമ്പിനേഷനിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷെൽവൻ്റെ എൻട്രിയും കൂടെ ആയപ്പോഴങ്ങ് പൂർണ്ണമായി ഭയങ്കര രസകരമായിട്ട് ഒരു പ്ലോട്ട് മാത്രം വെച്ചുകൊണ്ടുള്ളൊരു ഇതാണ്. അല്ലാതെ പ്രോപ്പർട്ടീസ് വേറെ ഒന്നുമില്ലല്ലോ. ആ ഒരു സ്ക്രീനിലാണ് മൊത്തം കളിക്കുന്നത്. പക്ഷെ അത് ഭയങ്കര രസമായിട്ട് കൗണ്ടറുകൾ ഒരുപാടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു പിന്നെ കളിക്കുന്നത്. പിന്നെ ജയൻ്റെയൊക്കെ ഭയങ്കരമായിട്ട് ശ്യാമേ, ആ ജയന്റെ ഒന്നുകൂടി കാണിക്കോ? ജയൻ്റെ ശബ്ദം കൂടെ ഇട്ടോ വാഗുണ്ട്.
അല്ല അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ ഈ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അപ്പൊ ഷെൽവൻ ഫിഗറിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ അതുകൊണ്ട് ആ ശബ്ദത്തെ കുറിച്ച് മാത്രം പറയണ്ട. എന്നിട്ട് മനസ്സിലായിട്ടില്ല ആരാണ് മാറിയത്. ചോദിക്കല്ലേ, ഒരു കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കും. കുറേ നല്ല സാധനങ്ങളുണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു കോമ്പിനേഷനിൽ ആ ഒരു പ്ലേയിലാണ് അത് മുഴുവൻ വന്നത്. അതുകൊണ്ട് നമ്മൾ കുറേ ചിരിച്ചു അല്ലേ, കുറേ ചിരിച്ചു. പിന്നെ നിങ്ങൾ വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഒട്ടും മങ്ങലേൽപ്പിക്കാതെ അസലായിട്ട് പെർഫോം ചെയ്ത നല്ല കൗണ്ടറുകളുള്ള ഒരു സ്കിറ്റായിരുന്നു. അടിപൊളി. താങ്ക് യു ചേട്ടാ. നസീർക്ക. സെൽവ, ആദ്യം തന്നെ ഒരു കയ്യടി. വളരെ ബുദ്ധിമുട്ടി റിസ്ക് എടുത്തിട്ടാണേലും ഒരു ക്ലൈമാക്സ് നീ കണ്ടുപിടിച്ചു. ആദ്യത്തെ കയ്യടി അതിനാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സർക്കസ് ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത് സർക്കസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സർക്കസ് കെട്ടാൻ വേണ്ടി ഒരു ഫ്ലോട്ട് വന്ന് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി വരുന്ന സംഭവം നല്ല ത്രെഡായിരുന്നു. അതിമനോഹരമായിട്ട് നിങ്ങൾ 3 പേരും അത് ഹാൻഡിൽ ചെയ്തു. നല്ല വൃത്തിയായിട്ട് ചെയ്തു. ഇതിൽ ആരാണ് വലുതെന്ന് ചോദിച്ചാൽ ആരും അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം 3 പേരും ഈക്വലായിട്ട് ചെയ്തു. ശ്യാമൊക്കെ നല്ല രസമായിരുന്നു. ശ്യാമേ, നീ കുറേ വേഷങ്ങൾ കിട്ടിയില്ല. നിനക്ക് നല്ല ഷർട്ടാണിത്. ഉത്സവകാലങ്ങളിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ, ഏത് റൂട്ടിൽ കൂടെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ പല പല കളറുള്ള ഒരു ഷർട്ടും അതിന് പറ്റിയൊരു പാൻറ്റും നല്ല കോസ്റ്റ്യൂം. കല്യാണത്തിനൊക്കെ പോകാം, പെണ്ണ് കാണാനായിട്ട് ഇട്ടോണ്ട് പോകാം. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഷർട്ടാണത്. മനുവിനെ എവിടെ വെച്ചാൽ കണ്ടെന്നുള്ള 2 ഉദാഹരണമുണ്ട്. ഒന്ന് പാക്കിന്റെ മറ്റേതും, പിന്നെ ഡെപ്പിക്കകത്ത് നല്ല കോസ്റ്റ്യൂം, നല്ല രസമുണ്ടായിരുന്നു. ഒത്തിരി കാലം കൂടി സെൽവ നല്ലോണം ചിരിക്കാനായിട്ട് നിങ്ങളൊരു സ്കിറ്റ് കൊണ്ടുവന്നു കേട്ടോ. നല്ല രസമായിട്ട് നന്നായിരുന്നു. അടിപൊളി, ഗംഭീരം, സൂപ്പർ. ബിജുക്കുട്ടൻ ചേട്ടാ. സെൽവ, മനു, ശ്യാമേ, ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആദ്യം തുടങ്ങി അവസാനം വരെ ഒരുപാട് കൗണ്ടറുകളും തമാശകളും ഒരുപാടുണ്ടായിരുന്നു. സാധാരണ തമാശകൾ കൂടുമ്പോൾ ചിലപ്പോൾ ക്ലൈമാക്സ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്ലൈമാക്സ് ഉണ്ടെങ്കിൽ തമാശകൾ ഉണ്ടാവില്ല. ഇത് ക്ലൈമാക്സും അടിപൊളിയാണ്, തുടക്കവും ഒടുക്കവും എല്ലാം നല്ല ഗംഭീരമായിരുന്നു. മനു പ്രത്യേകം ഒരു കയ്യടി തന്നെ കേട്ടോ മനുവിന്. മനു ഇപ്പോൾ കുറേ നാളായിട്ട് സെൻട്രലൈസ് ചെയ്ത് കളിക്കുമ്പോൾ വളരെ മനോഹരമായിട്ട് ഇവർ രണ്ടുപേരും എങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ കഥയിലേക്ക് എങ്ങനെ പോകാം, എങ്ങനെ അവസാനിപ്പിക്കാം എന്നൊക്കെ അത് കറക്റ്റായിട്ട് മനു ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഈ ഷ്യാമിൻ്റെ കുറേ കളികളും പിന്നെ അതുപോലെ തന്നെ സെൽവൻ്റെ കുറേ റിയാക്ഷൻസും ഭയങ്കര രസമായിരുന്നു. എനിക്ക് ആ കാറ് കെട്ടി വലിക്കണ ആ ആക്ഷനും കൂടി ഒന്ന് കാണിക്കാമോ പ്ലീസ്? അതൊരു സ്റ്റെപ്പ് ഉണ്ടായിന്. അത് പിന്നെ എനിക്ക് തോന്നുന്നു ഈ ആ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ വരി അങ്ങ് പോയിട്ട് അതാരാ അത് കുറച്ച് 2-3 പ്രാവശ്യം റിപ്പീറ്റഡ് കോമഡി ആണെങ്കിലും നമുക്കത് ഒരു ആവർത്തന വിരസത തോന്നിയില്ല കേട്ടോ. ആ വിരലിൻ്റെ തുമ്പിൽ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ മറുപടി ആണെങ്കിൽ ഉഗ്രൻ. പിന്നെ 69 ഇതില്ലേ, അത് ഗംഭീര സാധനം. അതെ അതെ, ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നണേ ഇതിനകത്ത് നമ്മുടെ ആർട്ടിസ്റ്റുകളെ എടുത്തു പറഞ്ഞില്ലേ, അത് ഗംഭീരമായിരുന്നു കേട്ടോ. കാരണം അവരെയൊക്കെ എല്ലാവർക്കും അറിയാം. ഇവിടെ പെൺവേഷം കെട്ടി അടിപൊളിയായിട്ട് തിമിർത്താടുന്ന ആ 4 പേരാണ്. അത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഗംഭീരമായിരുന്നു. കാരണം ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ചില തമാശകൾ നമ്മൾ പല നമ്മുടെ ഫ്ലോറിൽ പറയാറുണ്ട്. പക്ഷേ ഈ 4 പേരും നമുക്ക് ആവശ്യമുള്ള ആൾക്കാരാണ്. അത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കോർത്തിണക്കി ഇത് നല്ല രസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ആദ്യം തുടങ്ങി അവസാനം വരെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഇതിന് പ്രോപ്പർട്ടി മറ്റേ ആർട്ടില് ആകെ ചെലവേ ഈ ഷർട്ടിന് മാത്രമേ ഉള്ളൂ. സർക്കസിന്റെ ഒരു കൂടാരം പോലും ഇല്ല ബാക്ക്ഡ്രോപ്പിൽ. അത് തലയിൽ വെച്ച് ചായ എളുപ്പിക്കുമെന്ന് വെച്ചപ്പോഴേ ഇവരുടെ വീട്ടിലെ അടുക്കളയില്ലേ. അല്ല, അത് പുറത്ത് വെച്ചാൽ എനിക്ക് 250 രൂപ ഉണ്ടാക്കാലോ. അതൊക്കെ ഗംഭീര സാധനം. ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. നല്ല സ്കിറ്റായിരുന്നു. കൊള്ളാം, അടിപൊളി. നല്ല കമന്റ്സ് നമ്മൾ കേട്ടു. അപ്പൊ അതേപോലെ തന്നെ നല്ലൊരു ഗംഭീര സമ്മാനത്തൊക്കെ പ്രതീക്ഷയുണ്ട്. നമുക്ക് ആദ്യം ബിജുക്കുട്ടൻ ചേട്ടനോട് ചോദിക്കാം. ഞാനൊരു 24,000 രൂപ. 24,000. ഷാജേട്ടാ? ഞാനൊരു 25. അപ്പൊ 24 + 25 49,000 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. നസീറിക ഇപ്പൊ റിവീൽ ചെയ്യും. ഇപ്പൊ ആവശ്യമുള്ളത് അവർക്കായി. ഇനി പൈസ ആവശ്യമുണ്ടോടാ? ഇല്ലേ? ഒരു 3000 കൂടെ കൊടുത്തു. ഒരു സന്തോഷ വാർത്തയുണ്ട്. സെൽവര് വീണ്ടും ഒരു ആൺകുഞ്ഞ് ജനിച്ചു. Congratulations. ലഡു എവിടെ? ഇവിടെ അങ്ങനെ പഞ്ചടിച്ച ഉടൻ തന്നെ എനിക്ക് ലഡു. ഓക്കെ, അതിന്റെ ചെലവൂടെ കൂട്ടിട്ടുള്ളത് എന്നോ? രൂപ നേടിക്കൊണ്ട് സിൽവർ പഞ്ചടിച്ചിരിക്കുകയാണ് സെൽവരാജ്. സെൽവ, നീ ആൺകുട്ടിയാടാ. സെൽവന്റെ തലവരം മാറാൻ പോണത്. അതെ, എന്തായാലും കുഞ്ഞിന്റെ ഒരു വലിയ സന്തോഷം. പേരിട്ടോ വാവയ്ക്ക്? അത് ജസ്റ്റ് അതിരൻ എന്നാണ്. അതിരൻ. മൂത്താളിന്റെ പേര് അതിരജ് എന്നാണ്. അതിരന്. ഓൾ റൈറ്റ്. അപ്പൊ പറയൂ, സന്തോഷം പങ്കിടൂ കുട്ടി ഉണ്ടായതിനും പഞ്ചടിച്ചതിന്. അല്ല, അടിപൊളി
സന്തോഷം. 2 വാക്കിൽ 2ന്റെ ഒതുക്കി സെൽവരാജ് ചേട്ടൻ. കൊള്ളാം, കൺഗ്രാചുലേഷൻസ്. മനുഷ്യേട്ടാ സന്തോഷം. നന്നായിട്ട് റിഹേഴ്സൽ ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ക്ലൈമാക്സ് നമ്മൾ തന്നെ പറഞ്ഞപ്പോഴത്തേക്കും കൊണ്ടത് ചിരിച്ചു. എന്നാലും ഒരുപാട് സന്തോഷം. സൂപ്പർ. ശ്യാം ചേട്ടാ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ ജയൻ സ്റ്റേജ് ചെയ്യുന്നുണ്ടോ? ഇല്ല 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 ഇല്ല. ചെയ്യണം കേട്ടോ അത്. അല്ലേക്ക ആ മോഹൻലാലായിട്ട് വന്നിട്ട് സെൽവരാജ് ചേട്ടന്റെ പുറകിട്ട് ഒറ്റടി. ഒത്തിരി സന്തോഷം സിൽവർ പഞ്ച് കിട്ടി. സൂപ്പർ. ഒരിക്കൽ കൂടി നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. സിൽവർ പഞ്ചടിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത തവണ നമുക്ക് വീണ്ടും കാണാം ഇതേപോലൊരു ഉഗ്രൻ സ്കിറ്റുമായിട്ട്. ഓക്കെ, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വരുടെ വേദിയിൽ ഇനി നമുക്ക് വീണ്ടും ഒരു സ്കിറ്റ് ആയാലോ? ഇപ്രാവശ്യം വരുന്നത് നമ്മുടെ ഫിറോസിക്ക ആൻഡ് ടീമാണ്. നല്ലൊരു കൈയ്യടി കൊടുത്തോ. ലെറ്റ്സ് വെൽക്കം ഫിറോസിക്ക, അനിൽ ചേട്ടൻ ആൻഡ് അഞ്ജനശ്രീ. എങ്ങനെ ഉളുക്കാതിരിക്കും? പോലീസുകാരനാന്ന് പറഞ്ഞ് എളിഞ്ഞു കിടന്നാ പോരാ, വല്ലപ്പോഴൊക്കെ പണിയെടുക്കണം. ഇല്ലെങ്കിലേ ഇങ്ങനെ അടിക്ക് പിടിക്കും. ഞാൻ ഇടിച്ച ഏതോ പ്രതിയുടെ പ്രാക്കാണ്, അല്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഉളുക്കുവോ? നീ ഒരു കാര്യം ചെയ്, ആ എണ്ണ ഇട്ടിട്ട് ഇച്ചിരി ഒന്ന് തടവിത്താ. എന്തൊരു കഷ്ടമായത്. പോലീസുകാരൻ ഇങ്ങേരാണെങ്കിലും തടവ് ശിക്ഷ എനിക്കാ, അതും ജീവപര്യന്തം. അതല്ലടി പറഞ്ഞത്. ഞാൻ പല തവണ നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പോലീസ് കലാമേളക്ക് ഡാൻസ് വേണ്ട, ഡാൻസ് വേണ്ട. അതെ, നിങ്ങളൊരു നർത്തകിയുടെ ഭർത്താവാ, അപ്പൊ നിങ്ങൾ ഈ ഡാൻസ് കളിക്കണം. എന്നിട്ട് ആൾക്കാർ പറയണം ഞാനായി ഡാൻസ് പഠിപ്പിച്ചെന്ന്. അല്ലേലേ വള്ള താളത്തിന് തുള്ളുന്നവനെന്നാണ് സ്റ്റേഷനിൽ എല്ലാ എണ്ണം പറയുന്നത്. ഇപ്പൊ ഇതും കൂടെ ആയപ്പോഴത്തേക്ക് പൂർത്തിയായി. എടി, ഞാൻ ആലോചിച്ചിട്ട് ഞാൻ കവിതയെ പിടിച്ചാലോ? ആ കയ്യാ വെട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺസ്റ്റബിൾ കവിതയിലൊരു നോട്ടമുണ്ട്. അതല്ല പറഞ്ഞത്, മുരുകൻ കാട്ടാക്കണ കവിത കന്നഡ. ഇങ്ങേര് മലയാളം പറഞ്ഞിട്ടേ എനിക്ക് മനസ്സിലാവുന്നില്ല, പിന്നെ ആ കന്നഡയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്, കന്നഡ കവിത മനസ്സിലായില്ലേ? കന്നഡ കന്നഡ കന്നഡ. ഓ, മഹാന്മാർ അങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങൾ എഴുതി വെച്ച് കാണും. നമ്മൾ എന്തിനാ അതൊക്കെ ചൊല്ലി വൃത്തികളാക്കാൻ പോകുന്നത്? ഇനി കവിത ചൊല്ലിയ ഒക്കത്തുള്ളതാണെങ്കിൽ ഓണപരിപാടിക്ക് ഞാൻ ചൊല്ലാൻ വേണ്ടി ഞാൻ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കവിതയുണ്ട്, അത് ഞാൻ അങ്ങോട്ട് പഠിപ്പിക്കും. നമ്മളവിടെ പരിപാടി അവതരിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മേലുദ്യോഗസ്ഥന്മാർക്കൊക്കെ കുറച്ച് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് വേണം പരിപാടി അവതരിപ്പിക്കാൻ. അങ്ങനെയുള്ള ഒരു സംഭവമാണ് വേണ്ടത്. ഓണമാണ് പശ്ചാത്തലമെങ്കിലും മേലുദ്യോഗസ്ഥന്മാരെയും കൂടെ ഞാനൊന്ന് ബൂസ്റ്റ് ചെയ്യാം. എന്റെ കവിതയുടെ പേര് ഓണത്തിളപ്പ്. ചൊല്ലട്ടെ. അടുപ്പിൽ പായസം തിളയ്ക്കുന്നു, അത് കണ്ട് തിളയ്ക്കുന്നു രമണൻ സാറ്, DIG. കൂടെ തിളയ്ക്കുന്നു സുഗുണൻ സാറ്, IG. ഇവരിങ്ങനെ തിളയ്ക്കുമ്പോൾ ഈ ഞാൻ എങ്ങനെ തിളയ്ക്കാതിരിക്കും? ഞാനും കളകള കളകള തിളയ്ക്കുന്നു. എങ്ങനെയുണ്ട് എന്റെ തിളപ്പ്? വല്ലാത്ത തിളപ്പ് തന്നെയല്ലേ? ഈ കവിതയെങ്ങാനും നിങ്ങളവിടെ പോയി പാടിയുണ്ടല്ലോ, നിങ്ങൾക്ക് ഭയങ്കര ആരാധകരായിരിക്കും. എന്നും പറഞ്ഞ് കണ്ണി കണ്ടവരുടെ നമ്പർ ഒന്നും ഇവിടെ വാങ്ങിച്ചോണ്ട് വരരുത്. അയ്യോ എടി, എന്റെ പൊന്ന് സ്റ്റെല്ല, നിന്റെ മുഖമല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുഖം എന്റെ മനസ്സിലേക്ക് വരുമോ? Really? എല്ലാവർക്കും അറിയാവുന്ന കാര്യം അത്. ഞാൻ എവിടെ പോയാലും എന്ത് ചിന്തിച്ചാലും എന്റെ സ്റ്റെല്ല 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 സ്റ്റെല്ല. എന്തു പറ്റി? സ്റ്റില്ല. അച്ചായൻ അത് പറഞ്ഞു കേട്ടപ്പോ ഈ സ്റ്റെല്ല അങ്ങ് സ്റ്റില്ല അടിച്ചതാ.
എടോ എന്ത് വേണ്ടത്, ഞാൻ ലീവ് എടുത്ത് വീട്ടിലിരിക്കല്ലേ. ഹലോ. ഈ സമയത്ത് എങ്ങനെ വിളിക്കുന്നേ? ഹലോ സാറേ, ആ സ്റ്റേഷനിൽ എന്താ വിഷയം? സാറ് ഇന്നലെ കഞ്ചാവ് പിടിച്ചില്ലായിരുന്നോ? അയ്യോ, ഞാൻ കഞ്ചാവ് പിടിച്ചെന്നോ? അതല്ല, സാർ ഇന്നലെ കഞ്ചാവ് പിടിച്ച ഒരാളെ പിടിച്ചില്ലായിരുന്നോ? പിടിച്ചു. അവന് സ്റ്റേഷനിൽ കയറുന്ന ഭയങ്കര ബഹളമാ. സാറ് അവനൊന്ന് വരട്ടണം. അയ്യോ, ഞാൻ ഇവിടെ വീട്ടിൽ നിൽക്കുവാടോ, എങ്ങനെ അവിടെ വന്ന് ഞാൻ അങ്ങനെ വരുത്തുന്നത്? സാറ് വരുമെന്ന് പറഞ്ഞാൽ പറയാം ആ കിഴങ്ങൻ ഇങ്ങോട്ട് വരണ്ടെന്ന്. അങ്ങനെ പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, ഒരു വീഡിയോ കോൾ ചെയ്യ്. അവന്റെ പരിപ്പ് ഞാൻ ഇളക്കും, അവന്റെ പതിര് ഞാൻ ഇളക്കും കേട്ടോ. മോളു, ഒന്ന് കണ്ണടച്ച് വെച്ചോ, ഒന്ന് മൂക്ക് ഉടച്ചു വെച്ചോ, ഒന്ന് വായു അടച്ചു വെച്ചോ. പലതും സംഭവിക്കും, പേടിക്കരുത്. മാറിക്കണം കേട്ടോ, ഇങ്ങോട്ട് മാറിക്കണം. പോലീസുകാർ പറഞ്ഞാൽ നീ കേക്കത്തില്ലല്ലേടാ? അച്ഛാ ഇടിക്കല്ലേ, ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടും. ഡിസ്പ്ലേ പൊട്ടും എന്നുള്ളത് കൊണ്ട് മാത്രം 18,000 രൂപ ഉള്ളത് മാത്രം ഞാൻ നിന്നെ വെറുതെ വിടുന്നു കേട്ടോ. ജോലിയിലെ കാര്യമൊക്കെ അവിടെ നിക്കട്ടെ അച്ചായ. നിങ്ങൾക്ക് ജലദോഷമാണോ? ആവി പിടിക്കണ്ടേ? ചൂടുവെള്ളം കൊണ്ട് വെച്ചിരിക്കുന്ന ആവി പിടിക്ക്. അതല്ലേ, ജലദോഷത്തിനൊരു പേരുദോഷം കെപ്പിക്കാൻ വേണ്ടി ജലദോഷം എന്റെ അടുത്തോട്ട് വന്ന് നിൽക്കുന്ന കഴിഞ്ഞാൽ എന്തോ ചെയ്യാനാണ്. തിളച്ച വെള്ളവാ, സൂക്ഷിച്ചും കണ്ടും വേണം ആവി പിടിക്കാൻ. ഭയങ്കര സ്നേഹം എൻ്റെ അടുത്ത്. ഞാൻ മൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അത്രയും നേരം നീ എന്നെ മിസ് ചെയ്യുവോ? കൂടെ കള്ള. അച്ചായ, ഫോൺ ഞാൻ എടുക്കട്ടെ? നീ എടുത്തോ. കാര്യം ഞാൻ കുറച്ചു മുമ്പ് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ, സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ വിളിക്കരുതെന്ന്, ഞാൻ ലീവിലാണെന്ന്. ഹലോ ഹലോ. പറഞ്ഞോ. സാറേ, സൈബർ സെല്ലിൽ നിന്നൊരു സീക്രട്ട് ഇൻഫർമേഷൻ ഉണ്ട്. പറഞ്ഞോ. സാറിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മുടെ സ്റ്റേഷനിലെ 5 വനിതാ കോൺസ്റ്റബിൾ അടക്കം ഒരു 30ഓളം പെണ്ണുങ്ങൾക്ക് വാട്സപ്പിൽ അശ്ലീല മെസ്സേജ് പോയിട്ടുണ്ടെന്നൊരു പരാതി ഉണ്ട്. സത്യം, ഞാൻ ആ മെസ്സേജുകളൊക്കെ നോക്കി, അയ്യോ കണ്ണു പൊട്ടിപ്പോവാഞ്ഞത് ഭാഗ്യം. അതിന്റെ പ്രധാന ഭാഗങ്ങൾ സ്ക്രീൻഷോട്ടിന് സാറിന് ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. സാർ അയച്ചത്. ഭർത്താവിന്റെ അവിഹിതം കാണുമ്പോ നെഞ്ചുതല്ലി നിലവിളിക്കുന്ന ഒരു സില്ലി ഭാര്യയാണ് ഈ സ്റ്റെല്ല എന്ന് നിങ്ങൾ കരുതിയോ? കുളിക്കും, കല്ല് പോലെ നിൽക്കും സ്റ്റെല്ല, കല്ല് പോലെ. പക്ഷെ ഇപ്പൊ എനിക്കങ്ങ് ഭയങ്കര വിഷമം വരും. ഈ മനുഷ്യൻ എന്തോത്തിന്റെ കേടാ. ഇങ്ങനെ അപ്പം വേണോന്ന് പറയുമ്പോ അപ്പം, പുട്ട് വേണമെന്ന് പറയുമ്പോ പുട്ട്, ദോശ വേണോന്ന് പറയുമ്പോ ദോശ. ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങേർക്ക് ഇത് എന്തോത്തിന്റെ കുരുവാ. ചുമ്മാ അതല്ല സുലോചന ചേച്ചി, ഇങ്ങേർക്ക് എന്റെ തിളപ്പ് ഇഷ്ടപ്പെടാതെ ഇങ്ങേർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം. അച്ചായ, അച്ചായ എഴുതേക്കച്ചായ. ആവി പിടിക്കുവാ. യോ, എത്ര നേരം ആവി പിടിച്ചു പറഞ്ഞിരിക്കും. മനുഷ്യ, നിങ്ങൾ എന്താ വൃത്തികേടാ മനുഷ്യ ഈ കാണിച്ചു വെച്ചേക്കുന്നേ? നിങ്ങൾ എന്തിനാ ഈ കണ്ണി കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ മെസ്സേജ്? നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല, പക്ഷെ നിങ്ങളുടെ വാട്സാപ്പ് മൊത്തം അറിഞ്ഞിട്ടുണ്ട്. ഇവരൊരുത്തിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, ഐ ലവ് യു എന്ന്. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഈ മനുഷ്യൻ എന്റെ മുഖത്ത് നോക്കി ഒരു ഐ ലവ് യു പറഞ്ഞിട്ടില്ല. ആർക്ക് വേണം നിങ്ങളുടെ ഐ ലവ് യു? ഒരുത്തിയോട് ഇങ്ങനെ പറയുക, പച്ച ചുരിദാറൊക്കെ നിന്നെ കാണാനാ എനിക്കിഷ്ടം. ഇന്നാളൊരു ദിവസം മാറങ്ങട്ട് ഞാൻ പച്ച ചുരിദാറിട്ട് വന്നപ്പോ ഈ മനുഷ്യന്റെ അടുത്ത് എന്തോ പറഞ്ഞെന്നറിയാമോ? പച്ചപ്പായല് പിടിച്ച സർവേ കല്ലേ കയറിപ്പോടീന്ന്. എന്നിട്ട് ഒരുത്തിയോട് പറഞ്ഞേക്കുന്നു, ഇന്ന് വൈകുന്നേരം ഭാര്യ വീട്ടിലില്ല, അങ്ങോട്ട് വരാൻ. എന്തിനാ എന്തിനാ എന്തിനാ? അതൊന്നും നിങ്ങൾ പറയണ്ട. ആ പോലീസുകാര് സാറാമ്മേ നിങ്ങളുടെ ഫോണിൽ കൂടെ എന്തു ഇടപാട്? ഞാനും കൂടെ ഒന്ന് കൊളാബ് ചെയ്തല്ലേ. ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി പറഞ്ഞ വാചകം കേട്ടോ, കൊളാബെന്ന്. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. വന്നു കയറിയ കാലത്തെങ്ങാണ്ട് ഇങ്ങനെ എന്റെ കൂടെ ഒരു കൊളാബ് ചെയ്തതല്ലാതെ പിന്നെ ഇന്ന് വരെ ഈ മനുഷ്യൻ എന്റെ കൂടെ എന്നിട്ട് അവരുടെ കൂടെ കൊളാബ് ഉണ്ടാക്കാൻ പോയേക്കുന്നത്. പിന്നെ അവരുടെ കൂടെ ചെയ്യുമ്പോഴേക്ക് ഭയങ്കര റീച്ച് അല്ലയോ? അയ്യോ, എനിക്കിനി ജീവിക്കട്ടെ, എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല. ഇത് ഹാക്കാക്കിയതല്ല ചായ, നിങ്ങൾ എന്റെ അടുത്ത് ഫേക്ക് ആക്കിയതാ. നിന്റെ ഭർത്താവായിട്ടുള്ള ഇരുമ്പഞ്ചോണി അതിങ്ങനെ ചെയ്യുവോ? നിങ്ങൾ ഇരുമ്പഞ്ചോണി അല്ല, ഞരമ്പഞ്ചോണിയാ, ഞരമ്പഞ്ചോണി. എന്റെ ഇരുമ്പ് തുരുമ്പായേ, എനിക്കിത് സഹിക്കാൻ പറ്റത്തില്ല. നാട്ടുകാർ കേൾക്കൊന്നും മിണ്ടാതിരിക്കും. പറയും പറയും പറയും. നീ എന്റെ മാനം കപ്പലിൽ കേറ്റരുത്. ആട്ടത്തോളിട്ട ചെകത്തായിൽ നിന്ന് ഞാൻ വലിച്ചു ഞാൻ ചിലവേ എടുക്കട്ടെ. അയ്യോ, ഇതിന്റെ ഇടയ്ക്ക് ആരുടെ കിടത്ത് സാറേ സാറേ തൽക്കാലം ഞാൻ കടിച്ചമർത്താ. നമസ്കാരം.
നമസ്കാരം. നമസ്കാരം. ഇയാളെന്നാ താളം തെറ്റിച്ച് അവിടെ കിടന്ന് സാറേ സാറേ എന്ന് വിളിച്ചോണ്ടിരുന്നു. സാർ ഇവിടെ ഉണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. എന്താ സാറേ ഞാനേ ഏടാകുടത്തിൽ നിന്ന് വരുവാണ്. എന്റെ പൊന്നനിയ അതിനേക്കാൾ അയ്യോ സാറേ അതല്ല പറഞ്ഞത്. പിന്നെ? ഏടാകുടം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറി പുരുഷോത്തമനാണ് ഞാൻ. ഇവിടെ ആരെങ്കിലും ക്ലബിന് ഏടാകൂടം എന്നൊക്കെ പേരിടുപെടും? സാറേ ഇത് ഞങ്ങളെ പഴയ തലമുറക്കാരായിട്ട് ഉണ്ടാക്കിയ ഒരു ക്ലബ്ബാ. ആ പഴയ തലമുറക്കാർ ഇട്ട പേരുവാ. അപ്പൊ ഞങ്ങൾ ഈ പുതിയ യൂത്തന്മാർ വന്നപ്പം ആ പഴയ ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ പുതിയ പേര്, അതായത് ലോകത്തെങ്ങും ഒരു ക്ലബിലും ഇല്ലാത്തൊരു പുതിയൊരു പേര് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇടാൻ. അങ്ങനെ വേണം. ലോകത്തെങ്കിലും പുതിയ പേരാണല്ലേ? എന്താണ് ആ വെറൈറ്റി പേര്? ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. വെറൈറ്റി ആയിട്ടുണ്ട്. നിങ്ങൾ വല്ലവരും കേട്ടിട്ടുണ്ടോ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഓണാഘോഷ പരിപാടിക്ക് സാറിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. വന്നിരിക്കുന്നു. നീ അങ്ങ് ചെല്ല്, ഞാൻ അങ്ങ് വന്നോളാം. സാറിനെ അവിടെ നിന്ന് ആദരിക്കുന്നുണ്ട് ഞാൻ. ആദരിക്കണം, നല്ല പച്ച പത്തല് വെട്ടി തന്നെ ആദരിക്കണം. എന്താ മാഡം? അല്ല, ഒരു 10-20 പേരെങ്കിലും ചേർന്ന് ആദരിക്കണമെന്ന് പറയുമായിരുന്നു. 10-20 പേരല്ല, 100-300 പേര് കാണും. അതുപോലെ സാറേ ഇനി വന്നാണ്. സാറിന് എന്നെ ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. സാർ 2 വർഷം മുമ്പ് ഞങ്ങളുടെ ക്ലബ്ബിൽ വന്നായിരുന്നു. അപ്പൊ ഞാൻ സാറിന്റെ ഒരു സെൽഫി എടുത്തായിരുന്നു. കണ്ടോ, എന്റെ പ്രൊഫൈൽ പിക്ചർ വരെ സാറിന്റെ സെൽഫിയാ. സാറിന്റെ ഒരു റോൾ മോഡലാണ്. കണ്ടോ സാർ ഭയങ്കര മഹാനാ സാറേ. മഹത് വ്യക്തിയാണ്. ഈ നാട്ടുകാർക്ക് മൊത്തം സാർ ഒരു പൊന്നോമനയാണ്. അയ്യോ, ഭയങ്കര മഹത് വ്യക്തിയാ. സാറിന്റെ വാർത്തകളൊക്കെ പത്രത്തിൽ വരാറുണ്ട്, ഞാൻ കാണാറുണ്ട്. പത്രമൊക്കെ വായിക്കുന്നില്ലയോ? അപ്പൊ വരും മഹത് വ്യക്തിയുടെ ലീലാവിലാസങ്ങൾ. അതെന്തറിയോ, എനിക്ക് മറ്റേ പ്രൊമോഷനൊക്കെ അങ്ങനെ. അതുപോലെ സാർ വരുമ്പോഴേ സാർ ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുക്കണം. ഞാൻ എടുക്കാം. എന്റെ അനിയൻ ചെല്ലേ. ഒരു അവയർനെസ് ക്ലാസ്. അതായത് മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതിനെ പറ്റി ഒരു ക്ലാസ്. കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്ന് എത്തിയേക്കുന്നത്. കാര്യം ഇതൊക്കെ പറഞ്ഞാൽ ഈ വിഷയത്തെ പറ്റി ക്ലാസ് എടുക്കാൻ ഈ മനുഷ്യനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. കാര്യം ഈ വിഷയത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാ. മനസ്സിലായി. സാറിന് ഫാമിലി മാൻ ആണല്ലോ. ഫാമിലി മാൻ ആണോന്നോ? ഫാമിലിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പുള്ളിക്ക് എന്തും. പ്രത്യേകിച്ച് ആരുടെ ഫാമിലിയാന്ന് പോലും നോക്കത്തില്ല. ഒരു മിനിറ്റ്. ഹലോ രാജ് സാറേ, എസ് ഐയുടെ കാര്യം ഓക്കെയാണ്. അദ്ദേഹത്തിന് DTPയിലൊക്കെ ചേർത്തു. ഫോട്ടോ. ആ സാറേ, സാറിന്റെ നല്ലൊരു കളർ ഫോട്ടോ വേണം. വലിയൊരു ഫ്ലെക്സ് അടിച്ച് വെക്കാനോ? ഫ്ലെക്സ് അടിക്കുവാണെങ്കിൽ ഒരെണ്ണം എനിക്കൂടെ വേണം. അതാവുമ്പോ മാത്രമേ ചെറിയ വ്യത്യാസം മതിയല്ലോ. ആദരവിന്റെ കൂടെ ഒരു അഞ്ജലിയും കൂടെ ചേർത്താൽ കറക്റ്റ് ആയി. മാഡം, സാറിനെ വിളിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. കഴിഞ്ഞ മാസം 2-ാം തീയതി നമ്മുടെ ടൗൺ ഹാളിൽ സാറിന് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. എന്താണ് നരകം എന്ന വിഷയം ആസ്പദമാക്കി സാർ 2 മണിക്കൂർ നീണ്ട ഒരു പ്രസംഗം നടത്തി. സത്യം പറഞ്ഞാൽ ആ 2 മണിക്കൂർ കൊണ്ട് ആ ജനങ്ങൾ എന്താണ് നരകം എന്ന് അവർ മനസ്സിലാക്കി. ഇവൻ ഇവിടെ ഇറങ്ങട്ടെ, എന്താണ് നരകമെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഈ പ്രാവശ്യം സാർ വരുമ്പോൾ കുറെ വെറൈറ്റി പരിപാടികളാണ്. അതായത് സാറിനെ സ്വീകരിക്കാൻ വേണ്ടി 50ഓളം പെണ്ണുങ്ങൾ താലപ്പൊലി വേണ്ടി സാറിനെ ആനയിച്ചു കൊണ്ടുപോകും. വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ അങ്ങനെ സാർ ആ വേദിയിലേക്ക് കടന്നു ചെല്ലും. കോഴിക്കൂട്ടിലേക്ക് കുറുക്കൻ നടന്ന് കയറുന്നത് പോലെ. ആ വേദിയിൽ വെച്ച് സാറ് കലാതിലകമായ പൊന്നമ്മ ചേച്ചിക്ക് അവരെ ആദരിക്കാൻ വേണ്ടി ഒരു മാല ഇട്ട് കൊടുക്കും. അങ്ങോട്ട് മാത്രം ആക്കണ്ട, പൊന്നമ്മ ചേച്ചിയെ കൊണ്ട് ഇങ്ങോട്ട് ഒരു കാരം ഇടിച്ച് ഈ മനുഷ്യൻ അവരുടെ കൂടെ പോയി പുറത്തോട്ടെ. എടാ, ഇങ്ങനെയുള്ള മനസ്സറിയുന്ന പോലെ നീ എവിടുന്നാണ് ഈ അച്ഛനെ ഉണ്ടാക്കി കൊണ്ടുവന്നേ? ഇങ്ങനെ എന്തൊരു വൃത്തിയാണ് ഇവിടെ ചെയ്തു വെച്ചേക്കെന്ന് അറിയാമോ? ഇങ്ങനെ ഫോണിൽ നിന്ന് കണ്ണിൽ കണ്ട പെണ്ണുങ്ങൾക്ക് എല്ലാം മെസ്സേജ് പോയിരിക്കുക. അത് അശ്ലീലം. സത്യമാണോ? അവന്റെ ആരാധകൻ, അവനൊന്നും വിശ്വസിക്കത്തില്ല. സാറേ, നിങ്ങൾ എന്തൊരു നാറിയാ സാറേ. ഇത്ര വൃത്തിയായിട്ടൊരു മനുഷ്യരായിപ്പോ ഇത്ര വൃത്തികെട്ടവരാണ് ഞാൻ ആദരിച്ചത്. എന്റെ പൊന്നുമകളെ നിങ്ങൾ ഇങ്ങനെ അറിയിച്ച് ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. മനസ്സിലായോ? അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൂടാ അവരോട്. ഈ മാലാഹയെ പോലെ ഈ പെണ്ണിവിടെ നിൽക്കുമ്പം നിനക്ക് എന്തെങ്കിലും കളറാണ് അത്? ഇതിനാണോ നിന്റെ ഞങ്ങളെ പെങ്ങളെ ഇങ്ങോട്ട് അയച്ചു വിട്ടത്? അച്ഛനും അമ്മ എത്രമാത്രം കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നാന്നറിയോ? എന്റെ പെങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. ഉള്ള സാധനം എടുത്തോണ്ടോ എന്റെ കൂടെ. നമുക്ക് പോവാം. ഒന്നില്ലടി, ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ നീ കളിച്ചങ്ങ് കേറുക. ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞു പോയാ അതല്ലേ? നിന്റെ അച്ഛന്റെ എത്രാമത്തെ കെട്ടിലുള്ള അടിയവൻ? എനിക്ക് ഇവനെന്ന് പറഞ്ഞു. നീ ഈ കുടുംബത്തിൽ കേറി വന്നിട്ട് നീ എന്തുവാടാ കാണിക്കുന്നത്? ഞാൻ എടുത്താൽ എന്താ അച്ഛായ കുഴപ്പം? ലൗഡ് സ്പീക്കർ. ഹലോ, സാറിനൊന്ന് കൊടുക്കാവോ? ഒന്നോ? ഇത് ഒന്നിലെങ്ങാണം തീരുവോ? അതെ, നേരത്തെ നമ്മളൊരു മെസ്സേജിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, വാട്സാപ്പ് മെസ്സേജ്. അത് സാറിന്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തതാണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. സാറിന് സത്യത്തിൽ ഈ വിഷയത്തിൽ നിരപരാധിയാണ്. ഹാക്ക് ചെയ്തതാണ്, മൊത്തം ഹാക്കേഴ്സ് ആണല്ലോ. സോറി സാർ.
അച്ചായൻ എന്നോട് ക്ഷമിക്കണം. ആകാശദീപങ്ങൾ സാക്ഷി, ആഗ്നേയ ശൈലങ്ങൾ സാക്ഷി, അകമെരിയും ആരണ്യ തീരങ്ങളിൽ ഹിമമുടിയിൽ ചായുന്ന വിൺഗംഗയിൽ മറയുകയായി നീയാ ജ്വാലാമുഖം. അല്ലെങ്കിലും മഹാകവി വൈരപ്പള്ളി പോലും പറഞ്ഞിട്ടുണ്ട്, മർത്യന തെറ്റുകൾ ജന്മസിദ്ധം. നിന്റെ സംശയരോഗത്തിന് ആ പാവം പിടിച്ച വയലോപ്പള്ളി എന്ത് പഠിച്ചു? നീ അവിടെ നില്ല്. എന്റെ അളിയനാണെന്ന് പറഞ്ഞൊരു താൽക്കാലിക അളിയന്റെ ഫോട്ടോ വലുതായിട്ട് വെക്കണോ ചെറുതായിട്ട് മതിയോ? അതിക്രമിച്ച് കടക്കൽ, സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറൽ, ജോലിക്കിടയിൽ തടസ്സപ്പെടുത്തൽ, IPC വകുപ്പുകൾ ഒരുപാടുണ്ട് മോനെ. ഇതൊക്കെ ആര് ചെയ്ത്? നീ ചെയ്തത്. ഞാൻ ചെയ്തില്ല. നീ ചെയ്തില്ലെങ്കിൽ ഞാൻ FIR-നകത്ത് എഴുതി ചേർക്കും. പോലീസ് അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. പോലീസിന്റെ വണ്ടി സ്റ്റേഷനിൽ ഞാനിപ്പം വിളിച്ചു പറയാൻ പോവുക. മനസ്സിലായോ? മനസ്സിലായോ റാസ്കൽ? ആ കോൾ അച്ചായൻ തന്നെ എടുത്തോ. ആ കോള് മുത്ത് തന്നെ എടുത്തോ. എനിക്ക് സംശയമില്ല, അച്ചായൻ എടുത്തോ. മുത്ത് തന്നെ എടുത്തോ. ചുമ്മാ ഇരി അച്ചായൻ എടുത്തോ. മുത്ത് തന്നെ എടുത്തോ. എടുത്തോ. ലൗഡ് സ്പീക്കർ. അതെ സാറേ, നമ്മൾ നേരത്തെ മെസ്സേജിന്റെ കേസ് പറഞ്ഞില്ലേ, മൊത്തം 30 അശ്ലീല നമ്പറുകളിലേക്കാണ് മെസ്സേജ് പോയിരിക്കുന്നത്. അതിൽ 28 ആരോ ഹാക്ക് ചെയ്തിട്ടതാണ്. പക്ഷെ ബാക്കി 2 കഴിഞ്ഞ 2 വർഷമായി സാറ് തന്നെ സ്ഥിരവഹിക്കുന്നതാണ്. ഒന്നൊരു കോൺസ്റ്റബിൾ കവിത, മറ്റേത് CIയുടെ ഭാര്യ അജിത. ഇടുക്ക് മെസ്സേജുകളാ പോയിരിക്കുന്നത് കേട്ടോ, ഞാൻ കണ്ട്. സ്റ്റെല്ലയല്ല, ഇന്ന് മുതൽ നിങ്ങൾ ഈ പൂമുഖത്ത് ഇല്ല. ഞാൻ എന്താ ചെയ്യൂടാ? ഞാൻ എന്നാ പാവം ചെയ്ത്? ശരിയാ, ഞാനാണല്ലോ പാവം മൊത്തം ചെയ്തത്. ഫിറോസ് ഖാൻ ടീം, ഞാൻ കുറേ ചിരിച്ചു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഓൾസോ ഒക്കെ കാണാനായിട്ട് രാവണപ്രഭുവിലെ ജഗതി ചേട്ടൻ്റെ എവിടെയോ ഒരു ഛായകാച്ചൽ എനിക്ക് തോന്നി അല്ലേ? നമുക്കിനി നേരെ കമന്റ്സിലേക്ക് കടക്കാം. നസീറിക്ക, നന്നായിരുന്നു ഫിറോസെ, താങ്ക് യു. അടിപൊളിയായിരുന്നു. കഴിഞ്ഞ 2-3 പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടു എന്ന് മനസ്സിലാക്കുന്നു. അതിലൊരുപാട് സന്തോഷം. നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള ഐറ്റങ്ങളാണ് വേണ്ടത്. ഒരുപാട് ചിരിക്കാനുള്ള ഐറ്റങ്ങളാണെങ്കിൽ നല്ല രസമായിരിക്കും കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇത് നിങ്ങൾ അത് ഒട്ടും പുറകോട്ട് പോയില്ല. അത്യാവശ്യം ചിരിക്കാനായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ കൊണ്ടുപോയി. അഞ്ജന നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് അഞ്ജന. അപ്പോൾ അഞ്ജന അത് കീപ്പ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഒതുക്കി ഒതുക്കി ദേഷ്യത്തിൽ പറയേണ്ടതാണെങ്കിൽ അങ്ങനെ ഇതെല്ലാം സ്പീഡ് കുറച്ച് പറയാമെങ്കിൽ ലെജിബിളായിട്ട് നമുക്ക് ഉള്ള കാര്യങ്ങൾ മനസ്സിലാവും. നല്ല ആർട്ടിസ്റ്റാണ്, ഈ വേദിയിൽ വളർന്നു വരേണ്ട ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റായിട്ട് മാറേണ്ട ഒരാളായതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ. അതുപോലെ അനിൽ നന്നായിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ വന്നതിലൊക്കെ ഇതൊരു നല്ല ക്യാരക്ടറാണ് വന്നത്. നല്ല പുതിയൊരു ക്ലബ്ബ്. ആദ്യത്തെ പേരെന്തായിരുന്നു? ഏടാകൂടം. അതിലും നല്ലത് ഒരിക്കലും വരാത്ത ആ ഫ്രണ്ട്സ് തന്നെയാണ്. കാര്യം ഒരിടത്തും ഫ്രണ്ട്സ് എന്ന് പറയുന്നൊരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഇല്ല. അതേപോലെ ഫിറോസ, നിന്റെ പോലീസുകാരൻ, നീ ഒരു പക്ക പോലീസുകാരനായിരുന്നു കേട്ടോ. കറക്റ്റ് അതാണ് നമുക്ക് കണ്ടാൽ ആ ഒരു പോലീസുകാരൻ. അതായത് വീട്ടിൽ ഭാര്യയെ പേടിച്ച് കഴിയുന്ന ഒരു പോലീസുകാരൻ്റെ ഒരു വഴക്കും വീട്ടിലും, പുറത്ത് സ്റ്റേഷനിലാണെങ്കിൽ ഗർജിക്കുന്ന സിംഹവുമായ ഒരു പോലീസുകാരൻ. പിന്നെ നല്ല ഒരു ചെറിയൊരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ ആ സ്ക്രിപ്റ്റിനൊരു വൃത്തിയുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ ആഡ് ചെയ്തിരിക്കുന്ന കൗണ്ടറുകളും കാര്യങ്ങളും സിറ്റുവേഷൻസും ഒക്കെ നല്ല മനോഹരമായിട്ട് നിങ്ങൾ ചെയ്തു. അപ്പം എന്തായാലും അടുത്ത പ്രാവശ്യം ഇതിൻ്റെ അപ്പുറത്തേക്കുള്ളതാണ് ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുകയുള്ളൂ. ഇതിൻ്റെ താഴോട്ട് വരരുത്, ഇതിൻ്റെ മേളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഞ്ഞു പിടിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. നല്ല സ്കിറ്റായിരുന്നട്ടാ. എനിക്ക് ഫിറോസിന്റെ പോലീസുകാരൻ ഭയങ്കര ഇഷ്ടപ്പെട്ടാ. ഭയങ്കര ലൈഫ് ഉണ്ടായിരുന്നു. തമാശക്ക് അഭിനയിക്കാൻ വേണ്ടി കൂടായപ്പോ ആവുന്ന ജഗതി ചേട്ടന്റെ കുറെ പോലീസുകാരന്മാരുണ്ടല്ലോ, അതിലൊന്നും കാണാത്തൊരു ഇത് ഞാൻ കണ്ടിട്ട് ഇതിനകത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതല്ല, അഞ്ജന ഗംഭീരമായിട്ടുണ്ട് അഞ്ജന. അനിലിന്റെ ഭാഗത്തു നിന്ന് നല്ല രസമുണ്ടായിരുന്നു. അനിൽ വന്നതിന് ശേഷം എനിക്ക് ജലദോഷം വന്നിട്ട് തലയിൽ മൂടിയിട്ട് കോള് വന്നല്ലോ. കോള് വൈഫ് എടുത്തതിന് ശേഷം ഈ സ്കിറ്റ് പിന്നെ പിടിച്ചോടുത്ത് നിന്നിട്ടേ ഇല്ല. അതിന് റേഞ്ച് വേറെ ലെവലായിരുന്നട്ടാ. അതിക്ക് മുന്നേ എനിക്ക് തോന്നുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കുറച്ച് തമാശയുടെ കുറവുണ്ട്. അത് സ്കിറ്റിൻ്റെ ആവശ്യകത കൊണ്ടങ്ങോട്ട് പോയിന്ന് കരുതിയാൽ മതി. ഈ അനിൽ വന്നതിന് ശേഷം ഇയാളുടെ പാസ്റ്റ് കാര്യങ്ങൾ മറുപടിയായിട്ട് കൊടുക്കുന്നില്ലേ, അത് നമ്പർ 1 സാധനങ്ങളായിരുന്നു കേട്ടോ ഓരോന്നും. അതായത് ഇയാൾക്കുണ്ടായ കാര്യങ്ങളെല്ലാം വൈഫിനറിയാം. അപ്പോൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇയാളാണ് അതിൻ്റെ ആപ്റ്റ്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട്. ആ ക്യാരക്ടറിനെ അറിയാൻ പാടില്ലെങ്കിലും അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നല്ല
പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുത്തിരുന്നിട്ടാ. അതൊക്കെ ഭയങ്കര രസം. എനിക്ക് അവസാനം വന്ന സാധനം, ആ കൈയടിക്കുന്ന സാധനമൊക്കെ ഇല്ലേ, അതെനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. കാരണം അതിനകത്ത് ഫിറോസിന് ഡയലോഗ് ഒന്നുമില്ല. ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ, വൈഫ് കൊടുക്കുമ്പോൾ, ഈ അനിലിന് കൊടുക്കുമ്പോൾ അവിടെ സൈലൻ്റ് ആണ് പോലീസുകാരൻ. പക്ഷെ അതിന് അവിടെ ഉള്ള ഓവറാക്കാണ്ടുള്ള കോമഡി ആക്ഷൻസ് വളരെ ഗംഭീരമായിരുന്നു. അത് ഭയങ്കര രസമാണ്. അവസാനത്തിലേക്ക് വന്ന ആ ക്ലൈമാക്സ് ഗംഭീര ക്ലൈമാക്സ് ആയിരുന്നു. കാരണം അത് എനിക്ക് തോന്നുന്നു വളരെ കുറേ നാളുകൾ ഇങ്ങനെ മിമിക്രി കളിച്ചിട്ട് തയക്കവും പഴക്കവും വന്ന ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു ലെവലിൽ പറഞ്ഞിരുത്താൻ പറ്റുള്ളൂ. അത് അഞ്ജന ഗംഭീരമായിട്ട് ചെയ്ത്, അഞ്ജൻ്റെ ഭാഗത്ത് 100% വളരെ കറക്റ്റായിട്ടാണ് ചെയ്തത്. 3 പേരും ഗ്രാൻഡായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി. താങ്ക് യു ചേട്ടാ. ചേട്ടാ തുടക്കം തന്നെ ആ സോങ്ങിൽ തന്നെ ആക്ച്വലി ടേക്ക് ഓഫ് ആയിരുന്നു. കറക്റ്റായിട്ട് ആ സോങ്ങിൽ തന്നെ അതിൻ്റെ ഒരു ഹൈലൈറ്റ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു പടമായാലും ഒരു സ്കിറ്റായാലും എന്ത് പെർഫോമൻസ് ആയാലും സ്റ്റാർട്ടിങ് ആണല്ലോ പ്രധാനം. അപ്പോൾ ആ സ്റ്റാർട്ടിങ്ങിൽ ആ സോങ്ങിൽ രണ്ടുപേരും കൂടിയിട്ട് അങ്ങ് എൻജോയ് ചെയ്ത് ഡാൻസ്. പിന്നെ ഒരു പോലീസുകാരൻ്റെ എല്ലാ ബോഡി ലാംഗ്വേജും ഉണ്ട് ഫിറോസിന്. അപ്പോൾ ആ ഒരു രീതികളും കാര്യങ്ങളൊക്കെ ആ ഒരു വീട്ടിനകത്തുള്ള ഒരു പോലീസ് ഓഫീസർ എങ്ങനെ ഉണ്ടാകുന്നുള്ള പൊതുവെ ഭാര്യയെ പേടിയുള്ള ആ ഒരു രീതിയിലാണുള്ള കാര്യങ്ങൾ. മാത്രമല്ല 3 പേരും കൂടിയിട്ട് ആ ഒരു എനർജി ലെവൽ നന്നായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അഞ്ജനയുടെ കുറച്ച് ഡയലോഗ്സുകൾ കേൾക്കുന്നില്ല. അത് ആ ഒരു സ്പീഡ് ഹറിബറി കൊണ്ടാണെന്ന് തോന്നുന്നു. ഒന്ന് ഈ പറയുന്നതിന് സ്പീഡ് കുറച്ചാൽ കുറച്ചുകൂടെ വ്യക്തമാവും, പറയുന്ന കാര്യങ്ങൾ വ്യക്തമാവും. അപ്പോൾ എന്ന് വെച്ചാൽ നല്ല ചിലപ്പോൾ തമാശകളൊക്കെ നമുക്ക് മിസ്സായി പോകും. നമ്മൾ എന്താണെന്നൊരു ചെറിയ ഡൗട്ട് വരും നമുക്ക്. അപ്പോൾ കുറച്ച് സമാധാനം കളിച്ച് ഇപ്പോൾ കുറേ ആയിട്ട് സ്കിറ്റുകളായില്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പെർഫോമൻസ് സൈഡിൽ വേറെ ഒരു ടെൻഷനോ ഒരു കാര്യങ്ങളോ ആവശ്യമില്ല. കാരണം അത്രത്തോളം നല്ല ആർട്ടിസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ നല്ലതാണ്. നല്ല സ്കിറ്റായിരുന്നു. അടിപൊളി. ചേട്ടാ നമുക്കപ്പോൾ എത്രയാണ് എമൗണ്ട് എന്നറിയാം അല്ലേ? നമുക്ക് ആദ്യം തന്നെ ഷാജേട്ടനോട് ചോദിക്കാം. ഞാനൊരു 20,000. 20,000. നസീർക്ക? ഞാനൊരു 16,000. അപ്പൊ 36,000 രൂപയായിട്ടുണ്ട് ഇപ്പോഴത്തെ ടോട്ടൽ. ബിജുകുട്ടൻ ചേട്ടൻ ഇപ്പൊ റിവീൽ ചെയ്യും. ചേട്ടാ പ്ലീസ് പിടിച്ചോ. 70,000. സൂപ്പർ. 70,000 രൂപയാണ് ഈ സ്കിറ്റ് നേടിയിരിക്കുന്നത്. ചേച്ചിമാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി നല്ലൊരു കൈഡി കൊടുക്കാം. അപ്പം ഇവർ നേരത്തെ പറഞ്ഞതുപോലെ സ്കിറ്റ് ഇങ്ങനെ മുകളിലേക്ക് തന്നെ പോട്ടെ. എന്തായാലും 70,000 രൂപ അടിച്ചിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത് ഫിറോസിക്ക? തോന്നുന്ന സന്തോഷം. പിന്നെ സന്തോഷമുണ്ട്. പിന്നെ നല്ല ആത്മാർത്ഥമുള്ളവരാണ് നമ്മൾ ബാക്കിയുള്ള 2 പേരും. പിന്നെ എനിക്കും ഭയങ്കര ആത്മാർത്ഥതയുണ്ട്. 3 ആത്മാർത്ഥതയും കൂടെ ചേർന്നപ്പോൾ അത് അവര് പറയാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഫിറോസ് പറഞ്ഞത്. അല്ല, അത് അങ്ങനെ ഒരു കോമ്പിനേഷൻ. എല്ലാവരും 3 പേരും നല്ല രീതിയിൽ അങ്ങനെ ഏത് സമയത്തായാലും റിഹേഴ്സലൊക്കെ നോക്കാനും ഒക്കെ അതുപോലെ നിൽക്കുന്നുണ്ട്. ജനയൊക്കെ നല്ല സ്ക്രിപ്റ്റ് സെൻസും നല്ല കോൺട്രിബ്യൂഷനും റൂട്ടും എല്ലാം അടിസ്ഥാന റൂട്ട് കൊണ്ടുവന്ന അഞ്ജനയാണ്. അതെ. ശരി, അടിപൊളി. അഞ്ജന, എന്നിട്ട് ഇപ്പൊ റൂട്ടൊക്കെ കൊണ്ടുവന്നിട്ട് 70,000 അടിക്കുമ്പോ എന്താണ് അഞ്ജനയ്ക്ക് തോന്നുന്നത്? സന്തോഷമുണ്ട്. പിന്നെ പുതിയ ടീമായോണ്ട് ബ്ലെൻഡ് ആവുമെന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ അത് സെറ്റായി പോയി. ബ്ലെൻഡായി. അത് പുതിയ ടീമൊന്നുമല്ല, നല്ല പ്രായമുള്ളവരാ. എനിക്ക് അഞ്ജനയ്ക്ക് സ്കിറ്റ് കഴിഞ്ഞതിന് ശേഷം ടെൻഷൻ. സ്കിറ്റ് നല്ല. അനിൽ ചേട്ടാ സന്തോഷായില്ലേ? 70,000. വളരെ സന്തോഷമായി. ഓക്കെ. അനിലിൻ്റെ കാര്യത്തിൽ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് കറക്റ്റായിട്ട് ചെന്ന് എനിക്ക് അത് പോരാ ഇത് പോരാന്നൊന്നുമില്ല. ചെയ്യുന്ന സാധനം കറക്റ്റായിട്ട് തന്നെ അനിൽ അത് ചെയ്യാറുണ്ട്. അൽവ എന്ത് ചെയ്യുന്നു? ഞാൻ ഓൾറെഡി ആർട്ടിസ്റ്റാണ്. കൊമേഴ്സ്യൽ വർക്ക്, വരപ്പ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊരു ഇലവുന്തട്ട് വില്ലേജ് എന്ന് പറഞ്ഞൊരു പേജുണ്ട്. അതിനകത്ത് ചെറിയ വരുമാനമുണ്ട്. അത്യാവശ്യം ഒരു പി.ഡി. രാജപ്പൻ ചേട്ടൻ്റെ ഒരു ശബ്ദം, ഒരു ചെറിയൊരു ചായയൊക്കെ ഉണ്ട്. ചെയ്യോ? രാജപ്പൻ ചേട്ടൻ്റെ ശബ്ദം, ഞാൻ രാജപ്പൻ ചേട്ടനുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരിക്കൽ രാജപ്പൻ ചേട്ടൻ ഞാനും കൂടെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോഴേ അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ശബ്ദം പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ് ഒരു കാര്യം വിശ്വസിക്കണമെങ്കിൽ എൻ്റെ ഫോണിൽ, പുള്ളിയുടെ ഫോണിൽ പുള്ളിയുടെ വൈഫിനെ ഒന്ന് വിളിക്കാമോ പുള്ളിയുടെ ശബ്ദത്തിൽ. ഞാൻ അവിടെ നിന്ന് ആദ്യം വിളിച്ചപ്പോൾ വൈഫ് ഇങ്ങോട്ട് റേസ് ചെയ്യുക. നിങ്ങൾ എത്ര ദിവസം ഇവിടുന്ന് പോയിട്ട്? എനിക്ക് പെട്ടെന്ന് അങ്ങ് ചിരി വന്നു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിർത്തി. അപ്പോൾ പുള്ളി എടുത്തിട്ട് പറഞ്ഞ് എൻ്റെ ഒരു കൂട്ടുകാരനാണ് ആ സൗണ്ട് പറഞ്ഞത്. എനിക്കറിയത്തില്ല നിങ്ങളുടെ ശബ്ദം എന്ന് പറഞ്ഞ് വീണ്ടും റേസ് ആയി. പിന്നെ ഞങ്ങൾ 2 പേരോട് ഒരുമിച്ചിരുന്ന് ആ ശബ്ദം പറഞ്ഞ് കേൾപ്പിച്ച് അപ്പോഴാണ് വിശ്വസിച്ചത്. ശബ്ദം ഒന്ന് പറയാമോ? അപ്പോൾ വീടിരായപ്പൻ ചേട്ടൻ്റെ അമിട്ട് എന്ന കഥയുടെ കുറച്ച് ഭാഗം. പ്രിയ കലാസ്നേഹികളെ, എന്റെ കഥ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ വാക്ക്. കല്ലെടുത്ത് കീച്ചരുത് നാട്ടാര്, വലിച്ചൂരരുത് നാട്ടാര്. അയ്യോ, ജോണി സാഗരിക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്ന എൻ്റെ ഏറ്റവും പുതിയ കഥ. ഈ കഥയുടെ പേര്
അവിടെ അയ്യോ ഞണ്ടുകളും വണ്ടുകളും തെണ്ടുകളും ഞൊണ്ടുകളും കുണ്ടുകളും തൊണ്ടുകളും മണ്ടയില്ലാത്ത തെങ്ങുകളും മണ്ടയടച്ച വാഴകളും അണ്ണാന്റെ ആക്രമം കൊണ്ട് ആവേശരായി നിൽക്കുന്ന കൊക്കോമരങ്ങളും ഈ രോഗത്താൽ പുറഞ്ഞു മുട്ടി കുട്ടനാട്ടിലും കുടിയേറി പാർത്ത കാരികോരി കൽമീൻ കുഞ്ഞുങ്ങളും എന്റെ ദൈവമേ അങ്ങനെയുള്ള ആ ഗ്രാമത്തിന്റെ അവസാനമല്ല ഇന്ത്യയുടെ സ്ഥിതിയും നിന്നെ തന്നെ ഓർത്തും കൊണ്ടും കറണ്ടു കെട്ടായ നേരം തലയ്ക്കൽ വിളക്ക് വെച്ചു ഞാൻ ഉറങ്ങുമ്പോൾ. പ്രിയ കലാസ്നേഹികളെ, ഇതിന്റെ ബാക്കി കേൾക്കണമെങ്കിൽ ഒരു കാസറ്റ് വാങ്ങിക്കാൻ കേട്ടോ. അടിപൊളി. വെറുതെ ചോദിച്ചാണ്ടോ ഉഗ്രനായിരുന്നു. അതെ. ഒരു ചായ ഉണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചാണ്. ഗംഭീരമായിട്ടുണ്ട്. അടിപൊളി. ആദ്യത്തെ നിപ്പിലൊരു കൃഷി ഓഫീസറെ പോലെ എനിക്ക് തോന്നി. പക്ഷെ കയ്യിൽ വേറെ ആരെങ്കിലും ശബ്ദം അനുകരിക്കോ? ശ്രീനിവാസൻ ചേട്ടൻ. അതോടെ കേൾക്കാം. അമ്മാമേ 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 കിടലും കൊള്ളക്കൊന്ന് വാർത്ത പോക്കനിട്ട് അമ്മാനം ആടിക്കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ശ്യാമളെ എന്തൊക്കെയായിരുന്നു? കുളിക്ക് വെള്ളം ചൂടാക്കുന്നു, കോഴി ഓടിപ്പിച്ചിട്ട് പട്ട എടുപ്പിക്കുന്നു. പാടില്ല കുട്ടി പാടില്ല, ഭർത്താവിനെ വഞ്ചിക്കുന്നു, വാരി. ഓ അമ്മേ, അടിപൊളി. ഇനി വേറെ നമ്മുടെ മാളാരവിന്ദ് ചേട്ടൻ്റെ ഒരു ചിരി. അയ്യോ ചേച്ചി ശ്രമിക്കാം എന്നല്ല പറഞ്ഞത്, ശ്രമിക്കാം അല്ല വരട്ടെ. കൊള്ളാം. അപ്പൊ സ്കിറ്റ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചെയ്ത് ഈ ഇത്രയും അനുകരിച്ച സ്റ്റാറുകളെയും നമുക്ക് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്കൊരു വിൻ വിൻ അല്ലേ? എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത തവണ വരുമ്പോഴത്തേക്ക് ഇതാ അവിടെ ഒരു 75 കേട്ട് പഞ്ചാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. 3 പേർക്കും വീണ്ടും കാണാം. അപ്പൊ ഇന്നത്തെ ഒരു ഡബിൾ ധമാക്ക എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും ഒരുപാട് ചിരിച്ചു അല്ലേ? അപ്പൊ എന്തായാലും നിങ്ങളെല്ലാവരെയും ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, this is me, Meenakshi Sudhir, signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. Bye.